വായിക്കാം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും എല്ലാവരും ഒരു ക്യൂവിൽ നിന്ന് 2016 നോട്ട് നിരോധനം. നെയ്യാറ്റിൻകര SBI ചെന്നിട്ട് 2 കോടി ഇട്ട് അവരാച്ചാൻ പറഞ്ഞ് പൈസ വേണമെന്ന്. അച്ഛനടുത്ത് പറഞ്ഞ് മര്യാദയ്ക്കില്ല 2000 തരാമെന്ന്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. നോട്ട് നിരോധനം. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടായിരുന്നു. ദരിദ്രനും സമ്പന്നനും എല്ലാം ലൈനായിട്ട് നിൽക്കുക. സന്തോഷമില്ലല്ലോ, എല്ലാവരും ഒറ്റ ക്യൂവിൽ. അന്നാളിൽ ചെറിയവൻ വലിയവൻ സമ്പന്നൻ ദരിദ്രൻ ദാസൻ ഏവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ്. വായിക്കാം മോളെ. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ സംഖ്യയില്ലാതെ OP ടിക്കറ്റ് കിട്ടത്തില്ല. സംഖ്യയും OTP ഇല്ലാതെ കാറിൻ്റെയോ ബൈക്കിൻ്റെയോ നിങ്ങളുടെ സ്കൂട്ടറിൻ്റെയോ പുക പോലും പാസ്സാവത്തില്ല. ഇനി നിങ്ങളുടെ വണ്ടിയുടെ RC ബുക്ക് വേണമെങ്കിൽ സംഖ്യ കൊടുത്തെങ്കിലേ ഇതെല്ലാം വരത്തുള്ളൂ. മനസ്സിലാകുന്നവർക്കായി എല്ലാം സംഖ്യയിലെത്തി. അതിനൊരു മണ്ഡലം ഇവിടെ വന്നു. അതിൻ്റെ പേരാ നീതി ആയോഗ്. മനസ്സിലാകുന്നവർക്കായി മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. മോഡി സാർ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ അതോറിറ്റിയുടെ പേരാ നീതി ആയോഗ്. അവരുടെ പേരാ RFID റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ വഴി മനുഷ്യനെ മുഴുവൻ കമ്പ്യൂട്ടറിനകത്ത് കൊണ്ടുവരുന്ന ഒരു കാലം വരുന്നു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന് 3 ഘടകം: പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താന്റെ 3 തൃത്വങ്ങൾ: 1 സാത്താൻ, 2 മൃഗം, വായിക്കുന്നു കള്ളപ്രവാചകൻ. ഇവർ 7 വർഷം 1 നാഴിക നേരം ഭരിക്കാൻ പോകുന്നു. പിൻപിൽ കൊണ്ടുവരുന്നത് മൈക്രോചിപ്പ്. അടുത്ത ഭാഗം കുഞ്ഞു വായിക്കാം. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. ദാണ്ടെ ആ സംഖ്യ, അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? ആ സംഖ്യ, അതിന്റെ സംഖ്യ 666. മനുഷ്യൻ ലക്കത്തിൽ തമിഴ് ബൈബിൾ ഇംഗ്ലീഷിൽ ആക്യുറേറ്റ് ന്യൂമറിക്കൽ നമ്പർ വരും. അതിനാസ്പദമായി എല്ലാവരും കേൾക്കണം. ലൈവുകാർ. ഇന്ത്യ ആധാർ. ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനി വേലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ. അത് കഴിഞ്ഞിട്ട് ദുബായ് എമിറേറ്റ്സ് ഐഡന്റിറ്റി. അമേരിക്ക സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. കാനഡ രജിസ്ട്രേഷൻ നമ്പർ. സിംഗപ്പൂർ മലേഷ്യൻ ഐഡന്റിറ്റി. ഇസ്രായേൽ ടെല്ലവീവിൽ നിന്ന് അവിടെ പണിയുന്ന എല്ലാവർക്കും നമ്പർ കൊടുക്കുന്നു. ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ 666 അതിൻ്റെ പേരാ OTP, 1 ടൈം പാസ്വേഡ്. മനസ്സിലാകുന്നവർക്കായി നിങ്ങളെല്ലാം മൊബൈൽ ചാർജ് ചെയ്യും. ബീറ്റ് ഇരുന്ന് മൊബൈൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിനറിയാം നിങ്ങൾക്ക് ഏത് ബാങ്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ട്, ഏതാ കാര്യം. പക്ഷെ അവസാനം അവർ ചോദിക്കുന്നത് ഈ ATM കാർഡിന് 3 അക്കം ടൈപ്പ് ചെയ്യാൻ പറയും. ആ 3 അക്കം ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു OTP വരും. അത് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് കട്ടാകും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ OTP അല്ല 666 അടിച്ചെങ്കിൽ മാത്രമേ ക്രയവിക്രയം നടക്കത്തുള്ളൂ. 666 ലോകം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ എന്താ ഇന്ന് മനുഷ്യന്റെ കൈമുദ്രയുടെ എല്ലാവരും കേൾക്കണം. നിങ്ങൾ ആധാർ എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു വ്ളാങ്ങാമുറിയിലെ സോമൻ ചേട്ടൻ ഇരിക്കാൻ പറഞ്ഞു. ആധാറും കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതോ 1 അവന്റെ കൈമുദ്രയിട്ടു. അതിന്റെ പേരാ വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ലോകം വിരൽത്തുമ്പിൽ. കേട്ടോണം. 2ാമത്തെ കാര്യം, അവർ നെറ്റി സ്കാൻ ചെയ്തു. ഇതാണ്ടേ തല പൊക്കൂ, തല താക്കൂ, ശ്വാസമേൻ്റെ കണ്ണ് തുറക്കൂ, കണ്ണടയ്ക്കൂ. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിൽ പോയി. ഇന്ന് രാത്രി ഇതിൻ്റെ ടെക്നോളജി എവിടം വരെ വന്നു? വിമാനത്താവളങ്ങൾ. ഗൾഫിൽ ഇപ്പോൾ പറയുന്നു ഷാർജ അബുദാബിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ പാസ്പോർട്ട് കൈവച്ചാൽ മതി. അറബി പറയുന്നാണ്ട് സ്ക്രീനിലോട്ടൊന്ന് നോക്കാൻ പറയും. കണ്ണ് തുറക്ക്. ഒരു പച്ച ലൈറ്റ് കത്തിയാൽ ഒന്നും കാണണ്ട, ധൈര്യമായിട്ടിറങ്ങിപ്പോവാൻ. ഗ്രീൻ ചാനൽ. എവൻ കുഴപ്പമില്ലാത്തവൻ. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ എല്ലാ സ്ഥലത്തും അതിൻ്റെ പേരാ കൈമേലും നെറ്റിമേലും. പല സ്ഥലത്തും കൈവച്ച ഡോറുകൾ തുറന്നു വരും. സെൻസർ സിസ്റ്റം. ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ സംഭവം. ഇന്നലെ ഞാൻ പറഞ്ഞു അതിലേക്ക് മടങ്ങി വരുന്നു. 1 ആധാർ. 2 2013 ATM കാർഡ്. 2015 ആനയുടെ വാലയിൽ ചിപ്പ്. 2018 പാസ്പോർട്ടിൽ ചിപ്പ്. 2020 ആയപ്പോൾ കാറിനകത്ത് വരുന്നു ഫാസ്റ്റാഗ്. കോവിഡ് കഴിഞ്ഞപ്പോൾ QR കോഡും വന്നു. ഇനി ഒറ്റ പരിപാടിയുള്ള മാമേ, ഈ QR കോഡ് കയ്യിൽ ചുറ്റിയാൽ മതി. അതിനു മുമ്പ് ദൈവസഭ പോകാൻ കാലമായി. അതിനെങ്കിൽ ബൈബിളിനകത്തുണ്ട് വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. എല്ലാവരും കൈമുദ്രയിടും. അങ്ങനെ വല്ലതും ഉണ്ടോ? ബൈബിളിനകത്ത് നമ്മൾ കൈമുദ്രയിടും. വായിക്കുന്നു ഇയ്യോബിന്റെ പുസ്തകം 37:7 വാക്യം. എല്ലാവരും ബൈബിൾ എടുക്കണം. കുഞ്ഞു വായിക്കുമ്പോൾ കേൾക്കണം. ഇയ്യോബ് 37:7 മനുഷ്യൻ കൈമുദ്രയിടും. വായിക്കാം മക്കളെ. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈമുദ്രയിടുന്നു. ഏതിനു വേണ്ടി കൈമുദ്രയിട്ടു? റേഷന് വേണ്ടി കൈമുദ്രയിട്ടു. പാസ്പോർട്ടിന് വേണ്ടി കൈമുദ്രയിട്ടു. അത് കഴിഞ്ഞിട്ട് കർഷക പെൻഷന് കൈമുദ്രയിട്ടു. ബാങ്കിൽ കൈമുദ്രയിട്ടു. നെയ്യാറ്റിൻകര ടൗണിൽ 2 കാര്യം. നെയ്യാറ്റിൻകര കൊടയും പിടിച്ചോണ്ടൊരു പയ്യൻ അവിടെ ഇരിക്കുക. സഹോദരി ഇപ്പോൾ ഒറ്റ വിളി. എന്താ വിളിച്ചത്?
ഇതറാവോ ഹാത്തിരക്കോ ദൻ തമാക്കൻ ജിയോ ലേക്കേ ജാവോ. സന്തോഷമില്ലല്ലോ, കൈവച്ചാൽ മതി ജിയോ കൊണ്ടുപോയി, മനസ്സിലാകുന്നവർക്കായി. അപ്പം TB ജംഗ്ഷനിൽ വേറൊരുത്തൻ കൊടയായിട്ടിരിക്കുന്നു. അവിടെ പോയപ്പോൾ ആ സഹോദരിയെ പിന്നെ വിളിക്കുന്നത് സിസ്റ്റർ ഇതറാജാവോ ഹാത്തിരക്കോ ദൻ തമാക്കൻ എയർടെൽ ലേക്കേ ജാവോ. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇതാ കൈവച്ചാൽ റേഷൻ, കൈവച്ചാൽ ആധാർ, കൈവച്ചാൽ പ്രിന്റ്. ഇതൊക്കെ ഞങ്ങളുടെ ബൈബിളിനകത്ത്. ഇയ്യോബ് സാധാരണ മനുഷ്യനല്ല. 100 കണ്ടുപിടുത്തങ്ങൾ രേഖപ്പെടുത്തിയവനാ ഇയ്യോബ്. ഇയ്യോബിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യമുണ്ട്. മഴ പെയ്യുന്നതിൻ്റെ കാര്യം, ഈ അണക്കെട്ട് എങ്ങനെ വന്നു, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി വന്നത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവൻ വെള്ളങ്ങളെ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് ശക്തി പുറപ്പെടുവിക്കുന്നു. സ്വോത്രം. ചെറിയ പുസ്തകമൊന്നുമല്ല ഇയ്യോബ്. എത്ര 100 കണ്ടുപിടുത്തങ്ങളാണ് അതിനകത്ത്. ഇന്നേക്ക് 2500 പരം കൊല്ലങ്ങൾക്ക് മുമ്പ്, ഏകദേശം 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനാ. അദ്ദേഹം പറഞ്ഞു, താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യരെയും കൈമുദ്രയിടുന്നു. കൈമുദ്രയിടാത്ത ആരെങ്കിലും ബ്ലാങ്ങാമുറിയിലുണ്ടോ? 2 വയസ്സുള്ള കുഞ്ഞ് ആധാർ, 85 വയസ്സ് പെൻഷൻ മേടിക്കുന്ന അപ്പച്ചൻ വീട്ടിൽ വന്ന പെങ്കൊച്ചിന് ലാപ്ടോപ്പിനകത്ത് കൈമുദ്ര ഇട്ട് കൊടുത്തു. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ പ്രത്യാശ. എന്താണെന്നറിയാമോ? യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? കരമുയർത്തുന്നവർക്കായി. ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ്റെ തലമുറ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇയ്യോബിനെ പറ്റി കേൾക്കണമല്ലോ. ഇന്ന് പഴയ നിയമമൊന്നും പലരും വായിക്കുന്ന പോലുമില്ല. ഊസ്ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ആടുമാടുകൾ 10 മക്കളുണ്ടായിരുന്നു. നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. സാത്താൻ ഒന്ന് സന്ദർശിച്ചു, ആടുമാടുകൾ പോയി, 10 മക്കളും പോയി. ഇയ്യോബിൻ്റെ പ്രത്യേകത എന്താ? ഇപ്പം ശരീരം മുഴുവൻ പരുക്കൾ ബാധിച്ചു. ഒരു പരിവായി. ശ്രോത്രം. ഇയ്യോബിനെ ഭാര്യ എവിടെ? കളിയിൽ പശുക്കളുടെ കൂടെ കിടത്തിയിരിക്കുന്നത്. ഇപ്പം ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ചായയും. സ്വോത്രം. ഇയ്യോബിൻ്റെ കൂട്ടുകാർ എലീബസും ബിന്ദാദും അവർ എന്ന് പറഞ്ഞ് അച്ചായ മൈക്ക് സെറ്റൊക്കെ വിറ്റേരെ കർത്താവൊന്നും വരത്തില്ല, ആംപ്ലിഫയറും തട്ടിയേക്കാം. അവിടെ നിന്ന് ട്രാക്റ്റെല്ലാം അണ്ണാച്ചിക്ക് വിറ്റ് കാശും മേടിച്ചു. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഭാര്യ പറഞ്ഞു ഓടിയതൊക്കെ വെറുതെ. പശുവും പോയി, പിള്ളാരും പോയി. അവസാനം ഇയ്യോബ് പറഞ്ഞ എന്താണെന്നറിയാം? അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് ഇയ്യോബ് ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്ക്. അതുകൊണ്ട് അമ്മച്ചിമാർക്ക് ഒരു സന്തോഷ വാർത്ത, ചേട്ടന്മാർക്ക് ഒരു സന്തോഷ വാർത്ത. ഇയ്യോബ് അല്ലെങ്കിൽ നല്ല മനുഷ്യനായിരുന്നു. സാത്താൻ ഇയ്യോബിനെ സന്ദർശിച്ചതിന് ശേഷം ഇല്ല വിസിറ്റ് വിസേ ഗൾഫിൽ ഞങ്ങളുടെ ഭാഷമാർ പോലെ മേളിലോട്ടൊന്ന് പോയി. എങ്ങനെയോ സാത്താൻ ഒരു പ്രവേശനം കിട്ടി. ഉടനെ സാത്താൻ അവിടെ ചെന്നപ്പോൾ സ്വർഗം ചോദിച്ചത് വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വന്നോ എന്നല്ല, VD സതീശൻ സാർ മുഖ്യമന്ത്രിയായെന്നല്ല, തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൊണ്ടുപോയെന്നല്ല, എൻ്റെ ഭക്തനായ ഇയ്യോബിൻ്റെ മേൽ നീ കണ്ണുവച്ചോ. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ പ്രത്യാശ. ഇന്ന് രാത്രി അമ്മാമ ഇത് കേട്ടോണം. സ്റ്റേജിൽ പ്രസംഗിക്കുന്നവന് ലോകം മുഴുവൻ അറിയും, പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ ലോകം മുഴുവൻ അറിയും, സിയോൺ സംഘത്തിൻ്റെ നേതാക്കളെ ലോകം മുഴുവൻ അറിയും. എന്നാൽ അമ്മച്ചി അച്ചായ നിങ്ങളെ ആരറിഞ്ഞില്ലെങ്കിലും മുട്ടുമടക്കി മുറിക്കകത്തിരുന്ന് കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറ, ഇവിടെ പേരുള്ള പലരും അക്കരെ നാട്ടിൽ കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രി മടുത്തു പോകാതെ ഓലപ്പായ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പം മരണാനന്തര ജീവിതമുണ്ടോ? ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സന്തോഷമില്ലല്ലോ. എൻജോയ് ചെയ്യുക, മരിക്കുക. പിള്ളേരെയൊക്കെ വർത്താനം കേട്ടിട്ടില്ല. എന്തിനാ ഭാഷേ? ഉണ്ണുക, ഉടുങ്ങുക, എങ്ങനെങ്കിലും അങ്ങ് തീരുക. ഇതല്ലയോ സന്തോഷം? പണ്ട് ധർമ്മരാജ വാസു ഇരിക്കുന്നത് പാവപ്പെട്ടവനാ തൂങ്ങിച്ചാവുന്നത്. ഇപ്പം കാശുള്ളവന്മാരാ തൂങ്ങിച്ചാവുന്നത്. സന്തോഷമില്ലല്ലോ. കോൺഫിഡൻ്റ് റോയി, സന്തോഷമില്ലല്ലോ. മുത്തൂറ്റിൻ്റെ മുതലാളി, അത് കഴിഞ്ഞ് കപ്പൽ ജോയി. എങ്ങനെ തീർന്നോന്ന് അറിയത്തില്ല. സ്വോത്രം. എല്ലാം അവന് തീർന്ന്. പണ്ട് പാവപ്പെട്ടവൻ ഗതി കെട്ടാ തൂങ്ങുന്നതെന്ന് ധനവാനെല്ലാം തൂങ്ങിക്കൊണ്ടിരിക്കുക. രാത്രി ഒരാത്മാവിൻ്റെ വില. അവസാനം പറഞ്ഞുതരാം, ആവശ്യമില്ല തൂങ്ങാനൊന്നും പോകരുത്. യഥാർത്ഥ സീരിയൽ പിന്നെ തുടങ്ങുന്നത്. മനസ്സിലാകുന്നവർക്കായി. മരണാനന്തര ജീവിതമുണ്ടോ? എല്ലാവരും ഇത് കേൾക്കണം. ബൈബിളിൽ യേശു ക്രിസ്തു ആരോട് പ്രാർത്ഥിച്ചു? കൂടാരമായ ഭവനം. ഇപ്പം പറഞ്ഞുതരാം എവിടാന്ന്. അങ്ങനെയെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ? ബെഥാനിയയിൽ ഒരു നല്ല ഭവനം ഉണ്ടായിരുന്നു, ലാസറിൻ്റെ ഭവനം. എല്ലാവരും കേട്ടാട്ടെ. അവിടെ 3 അംഗങ്ങളുണ്ടായിരുന്നു. 1 മാർത്ത ചേച്ചി കട്ടൻ കാപ്പി ഇടും, മറിയ ചേച്ചി നോട്ട് എഴുതും, ലാസർ പോസ്റ്റർ ഒട്ടിക്കും. സന്തോഷമില്ലല്ലോ. ഇവിടെയായിരുന്നു യേശു ബൈബിൾ സ്കൂൾ നടത്തിയത്. സ്വത്രം 3 വർഷം നടത്തി BTH കൊടുത്തു. ഇപ്പോൾ പൂട്ടാന്ന സമയത്ത് കോവിഡുമായി യേശു അങ്ങ് പോയി. ലാസറിന് 1ാമത്തെ സംഭവം, അവന് ഷുഗർ കൂടി കാല് മുറിച്ചു. 2ാമത്തെ സംഭവം, ഇപ്പോൾ ഒരു ബൈപ്പാസ് നിംസിൽ നടത്തി. 3 ഇപ്പോൾ അവന് ക്യാൻസർ ഒഴിച്ച് കീമോ എടുക്കുക. അവൻ വിറച്ചിൽ പാലിയേറ്റീവ് കെയറിലാണ് കിടക്കുന്നത്. സഹോദരിമാരുടെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, കാട്ടാക്കടയിൽ നിന്ന് കുഞ്ഞപ്പച്ചൻ വന്നോ എന്നല്ല ചോദിക്കുന്നത്, യേശു വന്നോ എന്നാ ചോദിക്കുന്നത്. സന്തോഷമില്ലല്ലോ. അവൻ്റെ പ്രത്യാശ ഏതാ? സഹോദരിമാർ പറഞ്ഞു, ബ്രദർ വരും,
യേശുവിന് വിവരം അറിയിച്ചിട്ടുണ്ട്, വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യോ, നെയ്യാറ്റിൻകര നാട്ടുകാർ പറഞ്ഞു യേശു ഇവിടുന്ന് പുഴുക്കഞ്ചീരി കഴിച്ചു, പൂവാറിൽ അയില കഴിച്ചു, എല്ലാം കഴിച്ചു, ഇതാണ്ട് ചെറുക്കന് വയ്യാഞ്ഞിട്ട് വന്നില്ലെന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ബാക്കിയോടെ കേട്ടാട്ടെ. എന്തായാലും കുഞ്ഞുങ്ങൾ ലാസറിനെ ഒരു പരുവത്തിൽ പ്രാർത്ഥിച്ച് അവനങ്ങ് മരിച്ചു. എല്ലാവരുടെ യഹൂദൻ്റെ ആചാരപ്രകാരം എവിടെ കൊണ്ടടക്കിയെന്നറിയാമോ? ബാക്കി കേൾക്കണം. കല്ലറയെ കൊണ്ടടക്കി. 1-ാം ദിവസം, മെഡിക്കൽ സയൻസ്, ബൈബിളെ, പ്രവചനം. 1-ാം ദിവസം യേശു വന്നില്ല, 2-ാം ദിവസം യേശു വന്നില്ല, 3-ാം ദിവസവും യേശു വന്നില്ല. എന്താ 3 ദിവസം യേശു വരാതെ? യഹൂദൻ്റെ ഒരു ആചാരമുണ്ട്, 3 ദിവസം കല്ലറയുടെ ചുറ്റും ആത്മാവ് കറങ്ങുമെന്ന്. സ്വോത്രം. യേശു അങ്ങാണ് വന്ന് പ്രാർത്ഥിച്ച് ലാസർ എഴുന്നേറ്റ പരീശന്മാർ പറയും ആത്മാവിനെ കയറ്റി എഴുന്നേൽപ്പിച്ചെന്ന്. അതുകൊണ്ട് 4-ാം ദിവസം യേശു വന്നത്. അത് 1-ാമത്തെ കാര്യം. ഇന്ന് അപ്പച്ചൻ മരിച്ചാൽ 2 കൊല്ലമായി സൂസിമോള് കല്ലറയുടെ 7 അയലത്തൂടെ പോകത്തില്ല. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പച്ചൻ അവിടെ ഉണ്ടെന്ന്. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, കുഞ്ഞെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അല്ലേ തന്നെ ചങ്കുവേദന എടുത്തുകൊണ്ടിരിക്കുക. പ്രസംഗത്തിൻ്റെ മധ്യഭാഗത്തെ കുഴഞ്ഞു വീണു. ധർമ്മരാജ് പാസ്റ്ററിൻ്റെ സ്നേഹിതൻ ഉടനെ പോയി നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞ ആൾ പോയെന്ന്. അപ്പോൾ പറഞ്ഞ് വീട്ടിലൊക്കെ അറിയിക്കാൻ സമയം വരണം. ഉടനെ ധർമ്മരാജ് പാസ്റ്റർ പറഞ്ഞു സ്റ്റേജിൽ നിന്നപ്പോഴും AC കിട്ടിയില്ല, ആ ചില്ലർ യൂണിറ്റിലോട്ട് കയറ്റിയാൽ -6 അടിച്ചേക്കാം. സന്തോഷമില്ലല്ലോ, ഞാൻ തണുപ്പത്ത് അവിടെ ഇരിക്കുക. ഉടനെ ഫേസ്ബുക്കിനകത്ത് എല്ലാത്തിനകത്തും പരസ്യം, സുവിശേഷകൻ സജു ചാത്തന്നൂർ പ്രസംഗമധ്യേ കുഴഞ്ഞു വീണ് മരിച്ചു പോയെന്ന് പറയുമ്പോഴും എൻ്റെ ഡെഡ് ബോഡി നെയ്യാറ്റിൻകര താലൂക്ക് ഫ്രീസറിലാണ്. സ്വോത്രം. പോയവൻ്റെ പേരാ സജു ചാത്തന്നൂർ, കിടക്കുന്നത് എൻ്റെ ഭൗതിക ശരീരമാണ്. ഇന്ന് രാത്രി ഒരാത്മാവിൻ്റെ വില മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ? 2-ാമത്തെ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അപ്പച്ചൻ വരും, അമ്മച്ചി വരും എന്നൊക്കെ പറയുന്നു. ചില വീട്ടിൽ ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ ചെല്ലും. പപ്പ മരിച്ചു പോയി കാട്. മോടെ കല്യാണത്തിന് പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിക്കും. കുഞ്ഞുമോളും ജ്യോതിമോളൂടെ ഇറങ്ങി വരുമ്പോൾ വട്ടയ്ക്കകത്തിരുന്നൊരു പ്രാവിരുന്ന് പാട്ട് പാടും. ഉടനെ മമ്മി പറയോ, ജ്യോതിമോടെ കല്യാണം കാണാൻ പപ്പായ്ക്ക് എന്തോ ഒരു ആഗ്രഹമായിരുന്നു, ഇപ്പം പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് പാടുവാന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ പ്രാവ് വരുന്നത് പപ്പായൊന്നുമല്ല, സ്വോത്രം. ബാക്കി ഈ പെന്തിക്കോസുകാർക്ക് കേൾക്കാനാ. TPM-ൽ ഒരു അപ്പച്ചൻ ഒരിക്കൽ കൊട്ടാരക്കരനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ സജു നിന്നോടൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞു, അപ്പച്ചാ പറഞ്ഞാട്ടെ, പ്രസംഗിക്കാവുള്ള. വാളകത്ത് ഒരു വീട്ടിൽ ഒരു കല്യാണത്തിന് TPM-ൽ അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ പോയി. സ്വോത്രം. പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, ആർക്കണ്ടൊക്കെ ദക്ഷിണ കൊടുത്തു. അപ്പോൾ പെങ്കൊച്ച് ഒരു 80 വയസ്സുള്ള അമ്മച്ചിയുടെ കണക്ക് സംസാരിക്കാൻ തുടങ്ങി. പെണ്ണിൻ്റെ മമ്മി പറഞ്ഞു, അയ്യോ കൊച്ചോടെ കല്യാണം കാണാൻ വല്യമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇപ്പം ശരീരത്ത് വന്ന് പ്രൈസലോട് പറയുന്നു. മനസ്സിലാക്കുന്നവർക്കായി അപ്പച്ചൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളമെട്, LDF വരും, എല്ലാം ശരിയാകും. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ തലയിൽ കൈവച്ച് അന്യഭാഷ പറഞ്ഞൊരു പ്രാർത്ഥന, കൊച്ചുകൾ കിടക്കുന്നു. സ്വോത്രം. അപ്പോൾ അവിടെ നിന്ന് വിശ്വാസികൾ ചോദിച്ചു, അപ്പച്ച വല്യമ്മച്ചി അല്ലയോ? അപ്പച്ചൻ പറഞ്ഞു, പണ്ട് വല്യമ്മച്ചി കൂടെ കിടന്ന പിശാചുണ്ടായിരുന്നു, അവനാ കയറിയെന്ന്. മനസ്സിലാകുന്നവർക്കായി ബാക്കി കൂടെ കയറാം. എത്ര പിശാച ആ ഗദർദേശത്ത് ഒരുത്തനുണ്ടായിരുന്നു, 6000. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആകെ 65 കിലോയുള്ള 6000 പിശാചുണ്ടെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നത്. അതുകൊണ്ട് കല്യാണത്തിന് തത്തയും വരത്തില്ല, ആരും വരത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ നീ കർത്താവിനെ കണ്ടാൽ നിനക്ക് അക്കരെ നാട്ടിൽ കയറാം. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ബാക്കി മരണാനന്തര ജീവിതം. മെഡിക്കൽ സയൻസ് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമോ? ബാക്കിയൂടെ കേൾക്കണം. ഒരു വാക്യം എടുക്കണം, ഫിലിപ്പിയർ 3:20. എല്ലാവരും കേൾക്കണം ഈ വാക്യം. ഇത് സയൻസാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് 1-ാം ദിവസം ശരീരത്തിന് നീര് വെക്കും, 2-ാം ദിവസം രക്തം മുഴുവൻ കട്ട പിടിക്കും, 3-ാം ദിവസം അസ്ഥികൾ വിണ്ടുകീറാൻ തുടങ്ങും, 4-ാം ദിവസം നാറ്റം വെക്കും. കരമുയർത്തുന്നവർക്കായി അതാ മെഡിക്കൽ സയൻസ്. നാറ്റം വെച്ച ശരീരത്തിനകത്ത് യേശു വന്നിട്ട് മാർത്തയോടും മറിയോടും ചോദിച്ചു, എവിടെ ലാസർ? അവർ പറഞ്ഞു, യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താ സംഭവം? ഈ ലാസർ മരിക്കത്തില്ലായിരുന്നു. അവരോട് സഹോദരിമാരോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. മനസ്സിലാകുന്നവർക്കായി യോഹന്നാൻ 11:41. കുഞ്ഞു വായിക്കണ്ട. ലാസറെ ഏത് കല്ലറയിലാന്ന് ചോദിച്ചു. യേശു അവിടെ ചെന്നു. സഹോദരിമാർ ബൈബിൾ എടുത്തോ, നോട്ട് ചെയ്തോ ചെറുപ്പക്കാർ. യേശു ഉറക്കം വിളിച്ച്, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. അവൻ്റെ വാക്കിനകത്ത് ലാസർ പുറത്തു വന്നെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, മധ്യാകാശത്തിൽ കാഹളം മുഴങ്ങുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ബാക്കിയൂടെ കേട്ടോ. എങ്ങനെയാ യേശുവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത്?
മോള് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:20. എല്ലാ പെന്തിക്കോസുകാരും എടുത്താട്ട് അവൻ തന്റെ താഴ്മയുള്ള, വായിക്കാം മോളെ. നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിൽ. 3:21 വായിച്ചാട്ടെ. 3:21. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാരം, വായിച്ചോ, തന്റെ വ്യാപാര ശക്തി കൊണ്ട് താഴ്മയുള്ള നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അടുത്ത് അതിന്റെ ഒരു മലയാളം പറഞ്ഞുതരാം. മനുഷ്യൻ ഉയർത്തെഴുന്നേക്കോ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഫിസിക്സുകാരെഴുതിക്കോ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പ്രത്യേകത എന്ത് പറഞ്ഞോ, അവൻ ഗുരുത്വാകർഷണ സിദ്ധാന്തമൊക്കെ കണ്ടുപിടിച്ച ആളാണ്. അതുകൊണ്ട് ചക്ക പ്ലാവിൻ്റെ വീട്ടിലങ്ങ് ചെന്ന് ഗുരുത്വാകർഷണ സിദ്ധാന്തമായിട്ട് നിൽക്കരുത്. സ്വോത്രം. ചക്കയെല്ലാം പഠിച്ചിരിക്കുക, എല്ലാം തലയിൽ വീണിട്ട് പിന്നെ കർത്താവിനെ കുറ്റം പറയും. സ്വോത്രം. ആൽബർട്ട് ഐൻസ്റ്റീൻ പരീക്ഷണശാലയിൽ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു അട്രാക്ഷനിൽ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും. നല്ലവനായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു എങ്ങനെയാ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒരു സാമ്പിൾ അവൻ കാണിച്ചു. താഴെ ഇരുമ്പിൻ്റെ പൊടികൾ വിതറി, എന്നിട്ട് പൊടിയുടെ മേളിൽ ഒരു കാന്തത്തെ കൊണ്ട് നിർത്തി. ഈ മണ്ണിനകത്ത് കിടക്കുന്ന പൊടി ഈ കാന്തത്തിനകത്ത് ചാടിപ്പിടിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അട്രാക്ട് ചെയ്യുന്ന കാന്തം താഴെ കിടക്കുന്ന ഇരുമ്പിൻ്റെ പൊടികളെ ചാടിപ്പിടിച്ചെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ അവന് വേണ്ടി പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചവൻ എഴുന്നേറ്റ് വരും. ഇതാണ് ബൈബിൾ. അവൻ തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ മഹത്വമാർന്ന ശരീരത്തോട് രൂപാന്തരപ്പെടുത്തി നിത്യതയിൽ കൊണ്ടുപോകുക. ഫിലിപ്പിയ ലേഖനം 3:21. രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്ന. അത് കഴിഞ്ഞിട്ട് ലാസർ ഉയർത്തെഴുന്നേറ്റു. യോഹന്നാൻ 12:2. മമ ഇതൊക്കെ പ്രത്യാശയുടെ പകര. യോഹന്നാൻ 12:2. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു പന്തി ഒരുങ്ങി, അതിൻ്റെ കൂടെ ലാസറും ഉണ്ടായിരുന്നു. അപ്പം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ലാസറിനെ എവിടെ കൊണ്ടുപോയി? നിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ? ഇല്ല. 108 ആംബുലൻസ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയോ? ഇല്ല. അവൻ എവിടെ കൊണ്ടുപോയി? കിംസിൽ കൊണ്ടുപോയോ? ഇല്ല. മരിച്ചുയർത്തെഴുന്നേറ്റവനോട് യേശു പറഞ്ഞു അവൻ്റെ കെട്ടഴിച്ചു വിട്ടേക്കാൻ. അവൻ എവിടെ ചെന്നു? അവൻ പന്തിയിലിരുന്നു. ഇന്ന് രാത്രി കാല് മുറിച്ച പാടില്ല, കൈക്കകത്ത് പാടില്ല, സർജറി ചെയ്ത പാടില്ല, തലമുടിയെല്ലാം ക്ലിയർ. ആ പന്തിയിലിരുന്നു. അതുകൊണ്ടാ ബൈബിൾ. ഇതാണ് നമ്മുടെ പ്രത്യാശ. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടുക. അതുകൊണ്ട് പൗലോസ് വിളിച്ചു പറഞ്ഞു, നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിന്റെ തേജസ് ഓർക്കുമ്പോൾ കരമുയർത്തുന്നവർക്ക് ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. കർത്തൃദാസൻ പ്രാർത്ഥിച്ചു, കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നിന്റെ പന്തിയിലിരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. ലാസർ പിന്നെ മരിച്ചു, പക്ഷേ നിഴൽ മരണാനന്തര ജീവിതം. കല്ലറകൾ പൊട്ടും. ലാസറിനെ പോലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്ക്. അവർക്ക് വേണ്ടി ഒരു പന്തി ഒരുങ്ങുന്നു. ആത്മമണവാളനായ കർത്താവും മടങ്ങി വരും. ആ പന്തിയുടെ പേരാ കുഞ്ഞാടിൻ്റെ കല്യാണം. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇയ്യോബ് താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യൻ്റെ കൈമുദ്രയിടുന്നു. ആദ്യത്തത് വന്നത് ആധാർ. വന്നപ്പോൾ പറഞ്ഞു വേണമെങ്കിൽ മതിയെന്ന്. ഇപ്പോൾ എല്ലായിടത്തും ചെന്നാൽ ആധാർ. അത് കഴിഞ്ഞ് 2013 കേട്ടോ, ATM കാർഡിനകത്ത് 4 ചിപ്പ്, നാനോ, സിലിക്കോൺ, മൈക്രോ, DNA. അത് കഴിഞ്ഞ് 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ്. പണ്ട് നമ്മുടെ നെയ്യാറ്റിങ്കര നെയ്യാർ ക്ഷേത്രത്തിൽ ഉത്സവം. ആനയെ കൊണ്ടുവന്നാൽ പാപ്പാനും കമ്മിറ്റിക്കാർ തിടമ്പെടുക്കുക. കാലം പോയി. ഇന്ന് ആനയെ കൊണ്ടുവന്നാൽ ഉടനെ CI ചോദിക്കും മൃഗഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഉത്സവത്തിന് കയറ്റത്തോളൂ. മൃഗഡോക്ടർ ആനയുടെ വാലയും നോക്കും. എന്തിനാ? സൗന്ദര്യം നോക്കാനല്ല, ആ ചിപ്പ് റീഡ് ചെയ്യും. ആനയുടെ BP, നെർവസ് സിസ്റ്റത്തിൻ്റെ കാര്യം ഓക്കെ ആണെങ്കിലേ തിടമ്പെടുക്കൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പറയും ഉച്ചക്കട തെങ്ങിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പട്ട വെട്ടിയിട്ട് കൊടുത്തേക്കാൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം, മനസ്സിലാകുന്നവർക്കാ സ്വോത്രം. ഇതൊക്കെ കാണാൻ ആനയുടെ വാല്. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ നമ്മുടെ അരിക്കൊമ്പം മാനസാന്തരപ്പെട്ടെന്ന്. ഞാൻ പറയും നല്ല കാര്യമൊന്നും സ്വോത്രം. അവൻ പറഞ്ഞു അവനെ ഇപ്പോൾ കോതയാറിൽ നിർത്തിയിരിക്കുക ഈ പിന്നെ നമ്മുടെ ഈ പൊന്മുടിയുടെ അടുത്ത് തിരുനെൽവേലി മാവട്ടത്തെ. അപ്പോൾ അരിക്കൊമ്പം ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കുന്നു, മനോരമയെ ഫോട്ടോ ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ മക്കളെ അവൻ മാനസാന്തരപ്പെട്ടോന്ന് അറിയത്തില്ല. ഇത് മനോരമയുടെ ഫോട്ടോ അല്ല, അവൻ്റെ വാലി ചിപ്പുണ്ട്. അത് മൈക്രോ ഇതുവഴി സാറ്റലൈറ്റ് വഴി എടുത്ത ഫോട്ടോ അല്ല. മനോരമയിലെ ജോണി ലൂക്കോസ് അരിക്കൊമ്പൻ്റെ അടുത്തെങ്ങാണ് ഫോട്ടോ എടുക്കാൻ പോയാൽ ക്യാമറയും കാണത്തില്ല, ജോണി ലൂക്കോസും കാണത്തില്ല. മനസ്സിലാക്കുന്നവർക്ക് ആനയുടെ വാലി ചിപ്പ്. ഇവിടെ ഒരു സയൻസ് ബ്ലാങ്ങാമുറിക്കാർക്ക് അറിയണം. ആനയുടെ തൂക്കം എത്ര? സ്വോത്രം 3000 മുതൽ 4000. നല്ല കൊമ്പൻ 4, അതിൻ്റെ താഴെയുള്ള 3000.
ആനയെ മേയ്ക്കുന്നതാരാ? ഉച്ചക്കടക്കാരൻ പാപ്പച്ചൻ ചേട്ടൻ. 55 കിലോ ചുള്ളിപടി ജവാന്റെ ബോട്ടിൽ. മനസ്സിലാകുന്നവർക്കായി. നെയ്യാറ്റിങ്കര, ഉദിയംകുളങ്ങര, ഇടിച്ചക്കപ്ലാമൂട്, കളിക്കാവിള, ലെഫ്റ്റ് റൈറ്റ്. കരം ഉയരുന്നില്ലല്ലോ, സ്വോത്ര. അങ്ങനെയെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാര്? മനുഷ്യനെ സൃഷ്ടിച്ചത് കുരങ്ങനുമല്ല, ചിമ്പാൻസിയുമല്ല, സ്വർഗത്തിലെ ദൈവം. അതിശയവും ഭയങ്കരവുമായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മക്കളെ, അടക്കി വാഴുക. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സൃഷ്ടിയുടെ മകുടത്തിൽ ഏറ്റവും വലിയ സൃഷ്ടിയ മനുഷ്യ സൃഷ്ടി. 55 വയസ്സുള്ള ഉച്ചക്കടവല പാപ്പച്ചൻ ചേട്ട്, ഒരു ചുള്ളിവടി, ഒരു ടോർച്ച്, ലെഫ്റ്റ് റൈറ്റ്. ആനന്ദാ പോകുന്നു. സന്തോഷമില്ലല്ലോ, സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി ഇതാണ് മനുഷ്യൻ്റെ സൃഷ്ടി. അത് കഴിഞ്ഞ് 2018 പാസ്പോർട്ടിനകത്ത് ആറപേടി. എല്ലാവരും കാണണം. നമ്മുടെ വിരാട് കോഹ്ലി അവൻ പറഞ്ഞിരിക്കുക, കൂടുതൽ സഹിതമായി എനിക്ക് എങ്ങും ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് എയർപോർട്ടിലെല്ലാം ഇതെല്ലാം ലൈവ് കൊടുത്തേരം മോനെ. റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ, RFID പാസ്പോർട്ട്. 5ാമത്തെ കാര്യം, വണ്ടിയിൽ ഫാസ്റ്റാഗ്. എല്ലാവരും കേൾക്കണം. പൈസ ഉള്ള അച്ചായന്മാർ ഇരിപ്പുണ്ട്. ഫാസ്റ്റാഗ് എല്ലാവരും വിചാരിക്കുന്ന ടോള് കട്ട് ചെയ്യുന്ന. എൻ്റെ പൊന്നുമക്കളെ, ഇത് ടോളല്ല, നിങ്ങളുടെ വണ്ടിയുടെ MRI സ്കാൻ എടുക്കുക ഈ ഫാസ്റ്റാഗ്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് വണ്ടിയുടെ മേളിൽ നോക്കണം. അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു, കൊടകര കുഴൽപ്പണ കേസ്. അത് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റവും ഭാഗ്യവാനായിരുന്നു, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ. സന്തോഷമില്ലല്ലോ. എന്തെങ്കിലും വല്ലവരും പറയും, BJP-ക്കാർ പറയുമ്പോൾ സ്നേഹത്തോടെ പറയും, കൊടകര വേണോ ഞാനിരിക്കണോ? സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതാരാ? കൺട്രോൾ റൂമുമായിട്ട് RFID നോക്കി. അന്നത്തെ സമയം ചെക്കിങ്ങാ. അപ്പം ടോള് കടന്നു പോയപ്പോൾ ക്യാമറ കിട്ടിയപ്പോൾ പെട്ടിയിരിക്കുന്നു. അങ്ങനെ പിടിച്ചതാ കാര്യം. ഒരു കാര്യം നിങ്ങളെ തൊടുന്നില്ല, വിശ്വാസികൾ പാവപ്പെട്ടവരാ. ഞാനും നമ്മുടെ ഷിജിനെ പിടിക്കാം. ഞാൻ പ്രസംഗിച്ച് കുറച്ച് കാശ് കയ്യിലുണ്ട്, 10-35 ലക്ഷം രൂപ. അവൻ പാടി 20 ലക്ഷം രൂപ. ഇവിടെ കാണും 2 സെൻറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാസ്റ്റർമാർ ആദ്യം പോസ്റ്റിടും, അടിച്ചു മാറ്റിയ കാശാണ്. അപ്പം കോയമ്പത്തൂരിൽ நம்ம அருமையான ஒரு ஊழியக்காரன் பேசியிருக்கா, ஐயா இங்கே அருமையான പ്ലോട്ട് இருக்குது, നിങ്ങൾ വട്ടി പൈസയായിട്ട് ഇങ്ങ് വരുന്നത്, നല്ല പ്ലോട്ട് തരാമെന്ന്. ബാക്കി കേട്ടാട്ട് ഞാൻ ഷിജിനോട് നല്ലൊരു ഇനോവയ്ക്കകത്ത് ഞങ്ങളുടെ പൈസ നടുക്കി പൊക്കുന്ന താണ്ട സ്റ്റേത്തിൻ്റെ കീഴിൽ പെട്ടിയിലാക്കി അങ്ങോട്ട് നല്ല പാട്ടും പാടി പോവാ. നല്ല പാട്ട്. എന്താ? നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. തൃശ്ശൂർ മണ്ണുത്തി കൊടകര കഴിഞ്ഞപ്പോൾ ഒറ്റയടി. ഞങ്ങൾ പറഞ്ഞില്ല, RFID വണ്ടി സ്കാൻ ചെയ്തു. ആലത്തൂർ എത്തുന്നതിന് മുമ്പ് സർക്കാരിൻ്റെ GST കോഡ് വന്ന് ക്രോസ് ചെയ്തിട്ട് ഞങ്ങളോട് ചോദിച്ചു, വണ്ടി ഒന്ന് തുറക്കണം. ഞങ്ങൾ ബൈബിൾ കാണിച്ചിട്ട് പറഞ്ഞു, അരുമயான ഊളിയക്കാർ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അവർ പറഞ്ഞു, ഊളിയക്കാർ അവിടെ നിൽക്കട്ടെ. ഞങ്ങൾക്ക് ഒരു വിവരം കിട്ടി. വണ്ടി തുറന്ന് നോക്കിയപ്പോൾ 30 ലക്ഷം, എൻ്റെ ഷിജിൻ്റെ 50 ലക്ഷം രൂപ. അവർ ചോദിച്ചു, എവിടെ നീ പണം? ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ രാത്രി പ്രസംഗിച്ച് നെഞ്ച് കീറിയ കാശ. ഉടനെ പറഞ്ഞ്, ബാങ്കിൽ ഇട്ടുകൂടായിരുന്നു, ചെക്കുമായിട്ട് പോയാൽ പോരായിരുന്നു, 2 ലക്ഷം രൂപ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. ഷിജിനോട് ചോദിച്ച്, അവൻ പറഞ്ഞ് തമിഴ് പാട്ട് പാടി കിട്ടിയ കാശാന്ന്. സ്വോത്രം. 50 ലക്ഷവും അവരങ്ങെടുത്തു. എന്നിട്ടൊരു തുണ്ടും തന്ന് കോടതി കാണാം. അങ്ങോട്ട് പോയ നീ മാത്രം മതി. തിരിച്ചു വന്നത് കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന സഹോദരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2 ലക്ഷം രൂപ കൂടുതൽ കൊണ്ടുപോയി പിടിച്ചിട്ട് സർക്കാരിനെ കുറ്റം പറയരുത്. മനസ്സിലാകുന്നവർക്കായി ഇതെല്ലാം എടുക്കുന്ന RFID. അതുകൊണ്ട് വെറും ഇതല്ല, 4 മിനിറ്റ് കൊണ്ട് ഇന്നത്തെ ക്യാമറകൾ വഴി അറിയാം. അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ കാര്യമാ QR കോഡ്. QR കോഡിൻ്റെ പ്രത്യേകത, സ്കാൻ ചെയ്താൽ മതി, എല്ലാം കട്ടാവും. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് എല്ലാവരും, ഇതാണ് എൻ്റെ പ്രസംഗം. 2016 ഒരു ചെറുപ്പക്കാരൻ കയറി. ഈ മോൻ കാനഡയിലാണ്ട്, പുള്ളിക്കറിയാം, ഇലോൺ മസ്ക് എന്ന അവൻ്റെ പേര്. അവൻ്റെ ഒരു പ്രത്യേക ഒറിജിനാണ്. അവൻ്റെ ഒരു കമ്പനിയാണ് സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ. അതോടനുബന്ധിച്ച് അവൻ്റെ സാറ്റലൈറ്റുകൾ ഇന്ന് ലോകം മുഴുവൻ, അതിൻ്റെ മെയിൻ ബേസാണ് ന്യൂറോലിങ്ക്. ഇപ്പോൾ പറഞ്ഞുതരാം. ദാണ്ട് ഈ മകനിയൻ TV ദാണ്ട് ഒരു പെട്ടി വെച്ചേക്കുന്നത്. ദാണ്ട് ഈ ഒരു പെട്ടി കണ്ടോ. പണ്ട് ലൈവിന് എന്തോ വേണം, OB1 വേണം, എന്തെല്ലാം വേണം. ഇന്ന് അതൊന്നും വേണ്ട. ഇന്നാൾ ഞാൻ ഇടുക്കി ഏലപ്പാറ, എല്ലാവരും കേട്ടെ, ഏലപ്പാറ തോട്ടത്തിൽ പ്രസംഗിക്കാൻ പോയി. ഒരു ചെറുപ്പക്കാരൻ വന്ന് അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു പെട്ടി, ഒരു ലാപ്ടോപ്പ്, ഒരു ചെകുത്താന ഭിത്തി കെട്ടി, ഒരു വയറും വെച്ച്. നാളുകൾക്ക് മുമ്പ് ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിൻ്റെ വാനെന്തി? വാനെല്ലാം വിറ്റ് കാശാക്കിയെന്ന്. ഞാൻ ചോദിച്ചു, ഈ ലൈവ് എങ്ങനെ പോകും? പാസ്റ്റ് ഇത്രയും പ്രസംഗിക്കുന്നില്ലയോ? റിലയൻസ് ജിയോ എലോൺ മസ്കുമായിട്ട് ലിങ്കായി. ഇപ്പോൾ ഒരു പെട്ടി ഞങ്ങൾക്ക് കിട്ടി. ഇത് വെച്ചടിച്ചാൽ 140 രാജ്യങ്ങളിൽ ഒറ്റ സമയം റിലേ എത്തും. മനസ്സിലാകുന്നവർക്കായി മനസ്സിലാക്കണം അച്ചായ. ഇതായിരിക്കുന്ന ഒരു ലാപ്ടോപ്പ്, ഇതായിരിക്കുന്ന ഒറ്റ ദാണ്ട വെള്ളപ്പെട്ടി, ഒരു വയറും വേണ്ട, കയറും വേണ്ട, ലോകം മുഴുവൻ ഒരുവൻ്റെ കയ്യിൽ വരാൻ പോന്നു. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക് ഇൻ്റർനാഷണൽ. അവനാണ് ഇന്നാരെ
എന്നാണ്ട് അവൻ്റെ മൊബൈൽ ആരെയും ഇരിക്കുന്നതെന്നറിയോ? നമ്മുടെ ഉക്രൈൻ്റെ പ്രസിഡന്റ്, അവൻ്റെ പേര് വ്ളാഡിമിർ സെലൻസ്കി. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാഷ്ട്രമാണ് റഷ്യ. 3000 ആണവായുധം, 800 പരം കപ്പൽ, 2000 യുദ്ധവിമാനം. എത്ര ദിവസം കൊണ്ട് ഉക്രൈനെ അടിക്കാൻ നോക്കുക, ഉക്രൈൻ്റെ പ്രസിഡന്റിനെ കൊല്ലുവാൻ. റഷ്യ എന്നൊരു മിസൈൽ വരുമ്പോൾ ഈ എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റ് പറയും, ചേട്ടാ പ്ലാങ്ങാമുറി ഇരിക്കേണ്ട നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ചായ കുടിക്കാൻ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ആ ചായ കുടിച്ച് തിരിച്ചു വരുമ്പോൾ അവർ ഒരു പാട്ട് പാടി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. മനസ്സിലാകുന്നവർക്കായി ഏകദേശം 5 വർഷമായിട്ട് ഉക്രൈൻ്റെ പ്രസിഡന്റിനെ കൊല്ലുവാൻ റഷ്യ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ കാര്യം അവൻ്റെ നിയന്ത്രിക്കുന്നത് എലോൺ മസ്കിൻ്റെ സാറ്റലൈറ്റും അവൻ്റെ ഡിജിറ്റൽ മൊബൈൽ മെസ്സേജ്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ആ ചക്ക കുഴയുന്നതിലും കുഴയുക. അങ്ങനെയെങ്കിൽ ഇന്ന് എലോൺ മസ്ക് വന്നിട്ട് പറഞ്ഞു, ഞാനൊരു മൈക്രോ ചിപ്പ് തന്നാൽ എല്ലാം ഒരുവന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 13:10. ലോകത്തിൽ നടക്കാൻ പോകുന്ന നിർണായക സംഭവം ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 13:10 എല്ലാവരും എടുത്താണ്. മനുഷ്യന്റെ കയ്യിലേക്ക് മൈക്രോ ചിപ്പ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. അടിമയാക്കി കൊണ്ടുപോകും, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കൈവിടപ്പെട്ടു പോകുന്ന സകലരെ ഒരു കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്കിന്റെ കീഴിൽ കൊണ്ടുവരൂ. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്തത് IS വരും. വാളാൽ. വായിച്ചാട്ടെ മോളെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇതെല്ലാം ഇവിടുത്തെ സഭ കാണാൻ പോവുക. അതിനു മുമ്പ് അക്കരെ കയറണം. അതിനായ പ്രസംഗം ഇവിടെ. വായിച്ചാട്ടെ മോളെ. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. അന്ത്യം വരെ കാത്തിരിക്കുന്നവരെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. സ്വോത്രം. വിശ്വസ്തന്മാരും വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും ആവശ്യം. അങ്ങനെയെങ്കിൽ സാറ്റലൈറ്റ് വഴി തലച്ചോറിനെ മോണിറ്റർ ചെയ്യും. കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്, വീട്ടക്കാരെല്ലാം കേൾക്കണം. അച്ചായമാരും കണ്ടോട്ടെ. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. ഇത് കാണണം. മനുഷ്യന്റെ തലച്ചോർ ഇന്റർനെറ്റ് വഴി കണക്ട് ചെയ്യും. തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇനി മൈക്രോ ചിപ്പും വേണ്ട, മൊബൈലും വേണ്ട. കയ്യിൽ ചിപ്പ് കൊടുത്താൽ GPS വഴി സകലതും അറിയുന്ന ഒരു കാലം വരാറായി. അതിൻ്റെ പേരാ തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. അതായി കുഞ്ഞു വായിച്ചത്. അതിൻ്റെ പേരാ ഫ്യൂച്ചർ ഫാന്റാസിയ. അതിന് സയൻസ് +2 ടീച്ചർമാർക്ക് എഴുതാം. എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക്. കയറും വയറും വേണ്ട, ഒരു ചിപ്പ് കൊടുത്താൽ മതി. ഇനി മനുഷ്യന്റെ തലച്ചോറ് കമ്പ്യൂട്ടറുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം? ഇന്ന് രാത്രി കേട്ടോണം. സയൻസായി പ്രസംഗിക്കാൻ പോകുന്ന 6 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1, ഒരു മനുഷ്യന്റെ തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട്? 3, സെറിബ്രം, സെറിബെല്ലം, മെഡില്ല ഒബ്ലാങ്കേറ്റ. ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഇത് തലയിലാം. ആ കൊച്ചിനെ നോക്കി അമ്മണി സിസ്റ്റർ പറയുന്നത്, നിന്റെ തലയിൽ കളിമണ്ണാന്ന്. സന്തോഷമില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയപ്പോൾ സീരിയൽ കാണാതെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നേ, കുഞ്ഞ് നല്ല റിസൾട്ട് കിട്ടിയാണ്. മിണ്ടുന്നില്ല സഹോദരിമാർ. കൊച്ചിനെ പരീക്ഷയ്ക്ക് വിട്ടിട്ട് വീട്ടിൽ പായിരുത്തി പ്രാർത്ഥിക്കണം. അല്ല കറുത്തമുത്തും ചന്ദനമഴയും കണ്ടുകൊണ്ടിരിക്കരുത്. സന്തോഷമില്ലല്ലോ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങും. അമ്മച്ചി മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൂതൻ ഇറങ്ങും. അവൻ്റെ കയ്യിൽ ഇത് കൊടുക്കും. നമ്മുടെ സോഫ്റ്റ്വെയർ കറയുന്ന പോലെ തലയിരിക്കുന്ന മൊത്തം അവന് പേപ്പർ എഴുതാൻ പറ്റും. എന്നിട്ട് പാസ്റ്ററേയും ബാക്കിയുള്ളവരെയും കുറ്റം പറയും. നീ ആദ്യം പ്രാർത്ഥിക്കണം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അമ്മച്ചി പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ല പരീക്ഷ തോറ്റിട്ട് വരുമ്പോൾ മോൻ്റെ തലയിൽ കളിമണ്ണ ഒന്നും കൊള്ളത്തില്ലെന്ന് പറയരുത്. സ്വോത്രം. പിന്നെ ചില അമ്മച്ചിമാർ പറയാറുണ്ട് നീ കഴുതയാന്ന്. സ്വോത്രം. അങ്ങനെയൊന്നും പറയല്ലോ. ബ്രായ്മൂട്ടിലെങ്ങാനും കൊച്ചിയാടിയാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കേണ്ടി വരും. സ്വോത്രം. അതുകൊണ്ട് പൊന്നെ മക്കളെ കർത്താവ് നിനക്ക് ബുദ്ധി തരും. അടുത്ത വർഷം നമുക്ക് പരീക്ഷ എഴുതാം. സന്തോഷമില്ലല്ലോ. പാശപ്പച്ചനെ കൊണ്ട് പ്രാർത്ഥിക്കാം. അട്ടം. ആ കാലമൊക്കെ പോയില്ലയോ? അതിനൊക്കെ ചീപ്പിയന്മാരെയും കുറ്റം പറയല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് തോറ്റു കഴിഞ്ഞാൽ അച്ഛനും അമ്മച്ചയും ചെയ്യുന്നില്ല. അപ്പച്ചനോട് പറയും. അപ്പച്ചൻ കൊച്ചിനെ വിളിച്ചിട്ട് പറയും, മോനെ പ്രാർത്ഥിക്കാം, ദൈവം വഴി ഒരുക്കും, മോൻ പഠിച്ചാട്ടെ. അത് കേൾക്കുമ്പോൾ അവന് പകുതി ആശ്വാസമായി. സന്തോഷമില്ലല്ലോ. ഇവിടെ അപ്പച്ചനും അമ്മച്ചാന്ന് കുഞ്ഞിനെ കുറ്റം പറയും. അടുത്തവൻ +2 മൊത്തം A+, ചിന്നുമോൾ മുഴുവൻ A+, നീ മണ്ടൻ 4 A- ഇതാ കിടക്കുന്നു. സ്വോത്രം. അന്ന് തൊട്ട് അവന് ടെൻഷനായി. ഇതല്ല പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നവർക്കായി ഒരു വിഷയം തോക്കുമ്പോൾ സഭയിലൂടെ പ്രാർത്ഥിക്കണം. കുഞ്ഞിനൊരു പരാജയം വന്ന് നമ്മുടെ സഭ പ്രാർത്ഥിക്കാം. അടുത്ത പരീക്ഷ നല്ല വിജയം കൊടുക്കാൻ. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് പ്രസംഗിക്കുന്ന എൻ്റെ തല 1 മിനിറ്റ് 40 ചിന്തയാണ്. 1 മണിക്കൂറിൽ 400 ചിന്തയാണ് എൻ്റെ തലയിൽ കൂടെ പോകുന്നത്. 2400 ചിന്ത ഒറ്റ മണിക്കൂറിൽ എൻ്റെ തലയിൽ കൂടെ പാസ്സാവും. ഇവിടെ വയ്ക്കുന്ന ഞാനിപ്പോൾ എൻ്റെ തല കാനഡ ടൊറൻഡോ വരെ എത്തിക്കാം. ഇതാ തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇൻ്റർനെറ്റ്. എലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. കൈക്കകത്തൊരു ടേപ്പ് ചുറ്റിയാൽ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ ഞാൻ മോണിറ്റർ ചെയ്യാം. മനസ്സിലാകുന്നവർക്കായി ഇന്നത്തെ നിങ്ങളുടെ സിം കാർഡ് പറഞ്ഞുതരാം. എല്ലാവരും കേട്ടോണം. ദാണ്ട് ഈ സിം കാർഡിനകത്തൊരു വിലയുണ്ട്, ബാർകോഡ്. ഇതാ അന്ത്യകാല
കാലം വരാൻ പോകുന്നത്. അങ്ങനെ നടക്കുന്ന ഈ ബാർകോഡ് ഇത് കാണിച്ച പേനയുടെ വില ബാലരാമപുരത്തും പ്രാവച്ചമ്പലത്തെ ശബരിയിലും എല്ലാം ഒറ്റ വിലയാണ്. അങ്ങനെയെങ്കിൽ ഇതാണ് വരാൻ പോകുന്ന സംഭവം. അതിൻ്റെ ബാർകോഡ് അല്ലെങ്കിൽ അതിന് പറയുന്ന മൈക്രോ നീഡിൽ പാച്ച്. എല്ലാവരും കേൾക്കണം. ഇന്ന് രാത്രി ഒരു 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 നേഴ്സിന് ചെയ്യാവുന്ന പരിപാടിയുള്ളൂ മൈക്രോ നീഡിൽ പാച്ച്. ഒരു സാധനം ഒട്ടിച്ചാൽ മതി. ഇതാണ്ട് എല്ലാവരും കണ്ടോണം. ഇതാണ്ട് ഇത് ഒട്ടിക്കാം. ഹ്യൂമൻ ട്രാക്കിംഗ് സപ്ലിമെന്റൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഒരു പാച്ച് ഒട്ടിച്ചാൽ മതി. അമേരിക്കയിലെ ജോൺസൺ പറയുന്നു ഒരു ഫിലമെന്റ് ഞങ്ങൾ കൈ ചുറ്റിയ സാറ്റലൈറ്റ് വഴി ചെയ്യാം. മൊട്ടറോള പറയുന്നത് ചെയ്യാം. അറബി മൈക്രോ ചിപ്പ് വെച്ച്. ബാക്കി അമേരിക്കക്കാരൻ വെച്ചോന്ന് ഇപ്പൊ പറഞ്ഞുതരാം. ഇതെല്ലാം അന്ത്യകാലം. അപ്പം നിങ്ങൾ ചോദിക്കുക ഒരു പാച്ചിനകത്ത് ഒരു ഫിലമെന്റ് എല്ലാം കയറുമെന്ന്. 15 വർഷം മുമ്പ് സജു ചാത്തൻ്റെ കൂടെ പ്രസംഗിക്കുക ഒരു ഫിലമെന്റ് കയറുമെന്ന് പറഞ്ഞാൽ എല്ലാം പോവും. അവർ പറയും തെറ്റേ. ഇന്ന് കണ്ടോ നമ്മുടെ സൗണ്ട് സിസ്റ്റം നമ്മുടെ സഹോദരൻ നമ്മുടെ ബ്രദറാണല്ലോ ചെയ്യുന്നത്. പണ്ട് ഇവിടെ കൺവെൻഷന് വന്ന് CD ഇട്ടു, പാട്ടോടി. നമ്മുടെ ശീലാസ് ഭാഷ ഇങ്ങനെ പാട്ട് കൊണ്ടുപോയിട്ട് പാട്ട് കട്ടായി. മോൻ ഉദയംകുളങ്ങര പെട്രോൾ മേടിക്കാനും പോയി. നാട്ടുകാർ ഭാഷ വിളിച്ചു ചോദിക്കുക റെക്കോർഡൊന്നും കേൾക്കുന്നില്ലല്ലോ, കൺവെൻഷൻ ഇല്ലല്ലോ എന്ന്. സ്വോത്രം. ഇന്ന് അങ്ങനാന്നോ? ബ്രദർ ഇവിടെ വരും, CD ഒക്കെ പോയി ശോശാമാമ ബ്ലൗസേ കുത്തുന്ന പോലെ ഒരു കുത്ത് പെൻഡ്രൈവ്. സന്തോഷമില്ലല്ലോ ഒരു ഫിലമെന്റ്. സ്വോത്രം. ഇനി ചെന്നൈ പോയിട്ട് വന്നാലും പാട്ട് കേട്ടുകൊണ്ടിരിക്കും മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഒരു ഫിലമെന്റിനകത്ത് ഈ കാര്യങ്ങൾ മുഴുവൻ ഡീകോഡ് ചെയ്യാം മനസ്സിലാക്കുന്നവർക്കായി. അങ്ങനെ ഫിലമെന്റ് വെച്ചാൽ 6 കാര്യം നടക്കും. ഇതിനു വേണ്ടിയാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ മൈക്രോ ചിപ്പ് വച്ചാൽ, എല്ലാവരും കേൾക്കണം, ഇതാണ് പ്രസംഗം. ഈ മൈക്രോ ചിപ്പ് വച്ചാൽ അതിനെ കമ്പ്യൂട്ടർ വഴി ചെക്ക് ചെയ്താൽ ഈ കിടക്കുന്ന കിടരോഗികളുണ്ട്, സ്ട്രോക്ക് വന്നവർ, അതോടൊപ്പം തന്നെ അൽഷിമേഴ്സ് വന്നവരെയൊക്കെ ഏത് മരുന്ന് വേണമെന്ന് തലച്ചോറ് പ്രതികരിക്കും. അടിമയാക്കി കൊണ്ടുപോകുന്നവർ. പ്രസംഗത്തിൻ്റെ കാതലായ ഭാഗം എല്ലാവരും കേൾക്കണം. ലോകം ടെലിപ്പതിയിലേക്ക്. കണ്ടോ എലോൺ മസ്ക് ചെയ്തൊരു കാര്യം. മലയാള മനോരമ. ഇതാ ബൈബിൾ. ദാണ്ടേ വഴിത്തിരിവായി മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ്. 8 വർഷമായി പക്ഷാഘാതമായി കിടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ചിപ്പ് കൊടുത്തപ്പോൾ തലച്ചോറ് പറഞ്ഞു ഈ മരുന്ന് എഴുതിയാൽ അവൻ രക്ഷപ്പെടും. അവൻ എഴുന്നേറ്റു. അടുത്ത വാക്ക് എല്ലാവരും കേൾക്കണം. ഇതാ ബൈബിൾ. ദാണ്ടേ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. മലയാള മനോരമ. അവൻ ചിപ്പ് എടുത്ത് ചിപ്പ് അവൻ്റെ കൈ ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് അവൻ ചെസ് കളിച്ചു. കിടരോഗി. മനസ്സിലാകുന്നവർക്കായി. ദാ കിടക്കുന്നു മസ്തിഷ്ക. മലയാള മനോരമയാ, പെന്തിക്കോസുകാരല്ല. മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവായേക്കും. ദാണ്ടേ ഇത് മനോരമ എഴുതി. അടുത്ത വാക്കൂടെ കേട്ടോ. ലോകം ടെലിപ്പതിയിലേക്ക് സാറ്റലൈറ്റ് വഴി മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നു. ഇത് മലയാള മനോരമ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും ചിപ്പ് വെക്കുമോ? ഇന്ന് രാത്രി വൈറ്റ് ഹൗസിൽ കയറിയ ബ്ലാക്ക് മാന ബരാക് ഒബാമ. എല്ലാവരും കാണാം മാമേ. അന്ത്യകാലം. ദാണ്ട് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ കൈമേലും നെറ്റിമേലും ചിപ്പ്. ഇന്ന് രാത്രി. നാളെ ഇവിടെ ഗ്രൗണ്ട് കാലിയ, നാളെ ഇവിടെ കസേരയില്ല. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, കയറില്ല, വയറില്ല, കമ്പ്യൂട്ടറില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ പറഞ്ഞു ഇന്ന് രാത്രി കൈമേലും നെറ്റിമേലും മുദ്രയെങ്കിൽ, എലോൺ മസ്ക് ആ മുദ്ര വെച്ചെങ്കിൽ, അമേരിക്കയുടെ പ്രസിഡന്റ് ആ മുദ്ര ഏറ്റെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലാ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നു പോയത് കൊണ്ട് രാത്രി കഴിവാറായി, പകലടുത്തു പോയി. ഇന്ന് രാത്രി സിയോൻ സംഘമേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ലോകം തീരാറായി. ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ് ഉണ്ട്, ബാക്കി ഇവർ പറഞ്ഞു തരും. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ 6 കാര്യം പറയും, 3 കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് നിർത്താവും. രണ്ടാമത്തെ കാര്യം കേട്ടോണം. ഈ മൈക്രോ ചിപ്പ് വച്ചാൽ, ബാക്കി കൂടെ കേട്ടോ, ശരീരത്തിനകത്ത് ക്യാൻസർ, നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് ഉണ്ടായിട്ട് വെളിപ്പെടാത്തത്. 15 വർഷം മുമ്പേ ക്യാൻസർ ഉണ്ടോയെന്നറിയാം. 2 ഹാർട്ട് അറ്റാക്ക് ഉണ്ടോയെന്നറിയാം. എലോൺ മസ്ക് പറയുന്നു. അപ്പോൾ ധനവാന്മാരോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ മൈക്രോ ചിപ്പ് വെച്ചാൽ 15 കൊല്ലവും കൂടെ ജീവിക്കാമെന്ന്. എക്സ്ട്രാ. അതിന് പേര് വിട്ടു ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. മനസ്സിലാകുന്നവർക്ക്. അപ്പം നിങ്ങൾ ചിപ്പ് വെക്കുമോ? വെക്കത്തില്ല. എങ്ങനെയെങ്കിലും ഞങ്ങളെപ്പോലെ പ്രസംഗിക്കുന്ന ഉപദേശിമാർ എങ്ങനെങ്കിലും ധർമ്മരായ വാസ്റ്റർ ഒന്ന് വെക്കും. 15 കൊല്ലം കൂടെ കിട്ടിയ എത്ര പൈസ കിട്ടും? സന്തോഷമില്ലല്ലോ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. സർപ്പം കവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. രണ്ടാമത്തെ കാര്യം. 3 6 കാര്യം രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് കേട്ടോണം. 3ാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. മൈക്രോ ചിപ്പിൻ്റെ ഇന്ന് വൻകിട കമ്പനികൾ, ഇവിടെ ടെക്നോ പാർക്ക്, UST ഗ്ലോബൽ, അങ്ങനെയുള്ള കമ്പനി, അവിടുത്തെ ഒരു മാനേജർക്ക് 10 ലക്ഷം,
PROയ്ക്ക് 10 ലക്ഷം, പണി പിടിച്ചുകൊണ്ട് വരുന്നതിന് 35 ലക്ഷം. അപ്പോൾ ഓണറിനൊരു സംശയം, ഇവർ ഈ കൊട്ടേഷൻ മറിക്കുമെന്ന്. അപ്പോൾ ഇവരോട് വല്ലതും പറയാൻ പറ്റുമോ? അവർ നാളെ വരത്തില്ല. അപ്പം എന്താ ചെയ്യുന്നത്? ഓണർ പറയും, മക്കളെ പൊന്നെ ചക്കര ഒരു ചിപ്പ് കൊടുക്കും. എലോൺ മസ്ക് പറയാം, ആ ചിപ്പിനെ ഡീകോഡ് ചെയ്ത് ഓണറുടെ ലാപ്ടോപ്പിൽ കൊടുത്താൽ ഇവ ആരോട് കോള് വിളിക്കുന്നെന്ന് ഈ ലാപ്ടോപ്പ് പറയും, മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ വൻകിട കമ്പനികൾ, നിങ്ങൾക്ക് പറയുമ്പോൾ സന്തോഷമില്ലല്ലോ. എൻ്റെ സഹോദരൻ ധർമ്മരാജ് പാസ്റ്റർ പണ്ട് മാരുതിയുടെ കാർ എടുത്തു. 28-ാം തീയതി 30-ാം തീയതി ലോൺ, 28-ാം തീയതി ഫെഡറൽ ബാങ്കിലെ മാനേജർ വിളിക്കും, പാസ്റ്റർ 30-ാം തീയതി അവസാന ദിവസം ലോൺ അടച്ചേക്കണേ. ഉടനെ പാസ്റ്റർ പറയും അടച്ചേക്കാം. ഇപ്പം അതാണോ? 28-ാം തീയതി കൺവെൻഷനൊക്കെ കഴിഞ്ഞ് രാത്രി കട്ടൻ കുടിച്ച് വീട്ടിലിറങ്ങുമ്പോൾ ആരും അറിയത്തില്ല, കീ കൂക്കു. 30-ാം തീയതി ലാസ്റ്റ് ഡേറ്റ്. അടച്ചില്ലെങ്കിൽ ഗുണ്ടുകാട് സാബുവിൻ്റെ നേതൃത്വത്തിൽ ആൾ വരും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ലോൺ അടയ്ക്കാൻ ഏതെങ്കിലും ബാങ്ക് മാനേജർ വളരെ ബുദ്ധിമുട്ടാണ് അവർ വിളിക്കുന്നത്, അവർ മെസ്സേജ് അയക്കുന്നത്. സോഫ്റ്റ്വെയർ, നിങ്ങൾ ലോൺ എടുത്തപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അത് കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചു, രാത്രി വരും. അതുപോലെ ഇന്നത്തെ വൻകിട കമ്പനികളിലൂടെ എലോൺ മസ്ക് പറയുന്നു, ഒരു കുഴപ്പവും വരത്തില്ല, ഈ ചിപ്പ് കൊടുത്താൽ വർക്കേഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് തരാം. വലിയ വലിയ കമ്പനികളാ, ടെക്നോ പാർക്ക് കോടിക്കണക്കിന് അവർ ഈ ചിപ്പ് കൊണ്ടുവരാൻ പോകുന്നു. 3 അച്ചായ കേട്ടോ. 4-മത്തെ കാര്യം, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു മാസം ലക്ഷക്കണക്കിന് ഇപ്പം വന്നുകൊണ്ടിരിക്കുക. പഴയ എയർപോർട്ടിലും ആഫ്രിക്ക വരുന്നു, ഫിലിപ്പൈൻകാർ വരുന്നു, ഇറാൻകാർ വരുന്നു. എന്തിനു വരുന്നു? വല്ലവരുടെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ആൾ വരുന്നത്, കുഞ്ഞുങ്ങൾ എഴുതിക്കൂ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചർ പോകുന്നത് അമേരിക്കയിലെ അറ്റ്ലാന്റ, അവിടെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. എഴുതിക്കോ, ഒരു ദിവസം 2000 പ്ലെയിനാണ് പറക്കുന്നതെന്ന്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതിൻ്റെ 2-മത്തേതാ ദുബായ് എയർപോർട്ട്. ജാക്സൺ കഴിച്ചാൽ ദുബായ്. ലക്ഷങ്ങളാണ് ഒരു ദിവസം വരുന്ന കൺവെയറിൽ കൂടെ. ഇവരെന്തിനു വന്നു? എല്ലാവരും ചോദിക്കാൻ സമയമുണ്ടോ? പാസ്പോർട്ടൊക്കെ കാണിച്ച് ഒറ്റ പോക്കാ കമ്പ്യൂട്ടറിൽ. അപ്പോൾ എലോൺ മസ്ക് പറയാന്ന്, ഇനി വരുന്നവരെ വാച്ച് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യാം? ലൈറ്റിനകത്ത് ബട്ടൺ ക്യാമറ തരാം, ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ പിടിപ്പിക്കാം. എല്ലാവരും കേട്ടാട്ടെ, ആളെ നോക്കാനല്ല, അവൻ്റെ തലച്ചോറി ക്യാമറ ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ അവൻ ദുബായിൽ എന്തിന് വന്നെന്ന് ലാപ്ടോപ്പ് കാണിച്ചുകൊണ്ടിരിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. അമേരിക്ക എന്തിന് വന്നെന്ന് മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരത്ത് അറിയാമോ? ദാണ്ട് വെള്ളയമ്പലം ആൽത്തറമോട് എവിടാ അവിടെ കറുത്ത വർഗ്ഗക്കാർ വന്ന് ഈ കള്ള ക്യാമറ വെച്ച് എത്ര രൂപയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോയെന്നറിയാമോ? സ്കിമ്മർ. അങ്ങനെ ലോകരാജ്യങ്ങൾ ഞെട്ടുന്നു. എലോൺ മസ്ക് പറയുന്നു, ഇത് വച്ചാൽ മനസ്സിലാകുന്നവർക്കായി. പണ്ട് കൊല ചെയ്യുന്നവരെ ബ്രെയിൻ മാപ്പിങ്ങിന് ഈ വഴുതക്കാട് കൊണ്ടുവരുന്നു. ഇനി ഒരു മാപ്പും വേണ്ട. ഇവൻ ഇറങ്ങി വരുമ്പോൾ 4 മിനിറ്റ് പോലും വേണ്ട. ഈ ക്യാമറ വഴി ദാണ്ട ഈ ലൈറ്റിനകത്ത് ക്യാമറ ഫിറ്റ് ചെയ്താൽ അവൻ്റെ തലച്ചോറ് തിരുവനന്തപുരത്ത് കൊലപാതകത്തിന് കൊള്ളിവെപ്പിന് വരുമെന്നറിയാം. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെ നടക്കുമെന്ന്. കണ്ട് വണ്ടി ഓടിക്കുന്ന ചേട്ടൻ റോഡിൽ ഇരുന്ന് കേൾക്കുന്നു. പണ്ട് പോലീസുകാരൻ പെറ്റിയടിച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പെറ്റി വരുന്നത്? ഇപ്പം നെയ്യാറ്റിൻകര TB ജംഗ്ഷനിൽ ക്യാമറ. ഞാനും ഒരു കർത്തൃദാസനോടെ കെട്ടനും കുടിച്ചിട്ട് ബാലരാമപുരത്തോട്ട് പോവാ. നെയ്യാറ്റിൻകര TB ജംഗ്ഷൻ പാസ് ചെയ്ത് ബാലരാമപുരം ഒന്നും വേണ്ട, 6 മൂടി എന്നപ്പോൾ പാസ്റ്ററിൻ്റെ മൊബൈലിലൊരു ഫോട്ടോ. ഞങ്ങളുടെ 2 പേരെയും തലയിൽ ചട്ടിത്തൊപ്പിയില്ല. മനസ്സിലാകുന്നവർക്കായി. 4 മിനിറ്റ്. സന്തോഷമില്ലല്ലോ? ശൗരിമാർക്ക് സന്തോഷമില്ല. നാളെ കാട്ടാക്കട ഒരു സംഭവം നടന്നത്, പാട്ടുകാരോടും പറയാം. നമ്മുടെ ഒരു പയ്യനായിരുന്നു, ആ കല്യാണം കഴിച്ചത്. എല്ലാവരും കേട്ടോ, 2 മിനിറ്റ് വൈകിയാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കാട്ടാക്കട ഒരു കല്യാണം നടന്നു. അവൻ കെട്ടിയത് നമ്മുടെ ഈ പഴയ ഉച്ചക്കട അടുത്തങ്ങാണ്ടൊരു പെങ്കൊച്ച. വീട്ടുകാർ നല്ലൊരു ബുള്ളറ്റും കൊടുത്ത് RC ബുക്ക് പിന്നെ അവക്കുള്ള പേരിൽ വരുന്നു. അവൻ കാട്ടാക്കട പെട്രോൾ കഴിയുമ്പോഴേ ധർമ്മരായ ഭാഷ കിള്ളിലോട്ട് വന്നപ്പോൾ പരിചയമുള്ളൊരു പെങ്കൊച്ച ഇരിക്കുന്നു. ചോദിച്ചു, എവിടെ പോവാ? എനിക്ക് ശാസ്തമംഗലം വരെ പോകണമെന്ന്. അപ്പോൾ പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. പയ്യൻ അറിയത്തില്ലെന്ന്. സ്വോത്രം. വിട്ട് പേയാടും കഴിഞ്ഞ് തിരുമല എത്തിയപ്പോൾ ക്യാമറ ഒറ്റയടി. സ്വോത്രം. RC ബുക്ക് ഭാര്യയുടെ പേരില്ല, അവിടെ മൊബൈലുണ്ട്. ചെറുപ്പക്കാരൻ്റെ പുറേ ഒരു തൊപ്പിയില്ല, ഒരു പെങ്കൊച്ചിരിക്കുന്നു. സ്വോത്രം. സന്തോഷമില്ലല്ലോ? ചാത്തമംഗലത്തെത്തുന്നതിനും പെട്ട് പെങ്കൊച്ച് വിളിക്കുക, ചേട്ടായി കൊലച്ചത് എന്നോട് കാണിക്കരുത്. സ്വോത്രം. എൻ്റെ ബുള്ളറ്റിനകത്ത് കണ്ട പെണ്ണിനെ കയറ്റിക്കൊണ്ടുപോയെന്ന്. സ്വോത്രം. പരിചയമുള്ളൊരു പെങ്കൊച്ചെങ്ങാണ്ട് പാൻ നിന്നപ്പം കയറ്റിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ കയറ്റുന്ന സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് തെറ്റിദ്ധരിക്കാമല്ലോ. ഒരു ഹെൽമറ്റൂടെ വെസ്ട്രാ വെച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. അയ്യോ, സഹോദരിമാരും മോശമൊന്നുമല്ല, അതിന് മിണ്ടണ്ട. സ്വോത്രം. അതുകൊണ്ട് വഴിയിൽ നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടുപോയി, എൻ്റെ ചേച്ചി അച്ചായം വെളിനാട്ടിലിരിക്കുമായിരിക്കും, ഇപ്പോൾ വൈ ഓടിയ പാവപ്പെട്ട മരുഭൂമി നിരുന്നുകൊണ്ട് പറയോ, നീ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയതായിരിക്കും, കാര്യമൊക്കെ മോശം. അതുകൊണ്ട്
കൊണ്ടുവന്ന തെറ്റില്ല, ഹെൽമറ്റ് ഒന്ന് വെച്ചാൽ നല്ല കാര്യം. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കുന്നത് സകല എയർപോർട്ടിലും മനുഷ്യൻ്റെ ബ്രെയിൻ വാച്ച് ചെയ്യും. ഇറങ്ങി വരുന്നവൻ കൊലപാതകയാണെങ്കിൽ സ്പെഷ്യൽ പോലീസ് ആരും അറിയാതെ പാഷന്മാർ കേട്ടാ ക്യൂ ചെയ്ത് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് രഹസ്യമായി ചോദ്യം ചെയ്ത് കൈകാര്യം ചെയ്യും. എലോൺ മസ്ക് പറയുന്നു സകല എയർപോർട്ടിനും ഇത് തരാം. അബുദാബിയും ദുബായും പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കിത് വേണം, ലക്ഷങ്ങളാ വരുന്നത്, ഇവിടെ കത്തിക്കുത്തും കൊലപാതകവും നടക്കാതിരിക്കാൻ ഞങ്ങൾക്കിത് വേണം. മൈക്രോ ചിപ്പ്. നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം കൂടെ കേൾക്കണം, ഇത് വേണോ വേണ്ടതുള്ളത്. അഞ്ചാമത്തെ കാര്യം എല്ലാവരും FSC 4:30 എടുത്തോണേ മോളെ. അഞ്ചാമത്തെ കാര്യം ഇന്ന് കേൾക്കണം. ഇവിടുത്തെ ബാങ്കുകൾ നിങ്ങൾക്കറിയാം, കാനറ ബാങ്ക്, അത് കഴിഞ്ഞ ICICI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, അവരെല്ലാം പണം തട്ടുന്നു. മനസ്സിലാകുന്നവർക്കായി കള്ളക്കാർഡും കള്ള നമ്പറും KYC ഉപയോഗിച്ച് അവരിന്ന് ഈ ബാങ്കിങ് RBIയോട് പറഞ്ഞിരിക്കുന്ന സാർ ATMന്റെ തട്ടിപ്പ് ഇല്ലാതാക്കാൻ ഇതാ നല്ലത്. നമ്മുടെ അമ്മണി സിസ്റ്റർ നെയ്യാറ്റിക്കര പണമെടുക്കാൻ ചെല്ലുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ പാട്ട് പാടത്തില് അമ്മണി സിസ്റ്റർ കാനാണല്ല, കാർഡ് കിട്ടിയാൽ പൈസ അടിച്ചുകൊണ്ട് സ്വോത്രം. എല്ലായിടത്തും തട്ടിപ്പ്. അഞ്ചാമത്തെ കാര്യം. 6 ഇതൂടെ നോട്ട് ചെയ്തു. ChatGPT കോൺഫറൻസ് എല്ലാവരും കേൾക്കണം. അവിടെ വെച്ച ബ്രിട്ടനിൽ വെച്ച നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ MLA രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം നേരത്തെ കേന്ദ്രത്തിൻ്റെ IT മന്ത്രിയായിരുന്നു. കേൾക്കണം എല്ലാവരും. അന്ന് എലോൺ മസ്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ 150 കോടി ജനം, ഇവിടെ കത്തിക്കുത്ത്, മതിൽ കയറ്റം, കള്ളനോട്ട് ഇതെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ഒരു സാറ്റലൈറ്റിൻ്റെ കീഴിൽ ഇന്ത്യക്കാരെ ഞാൻ കൊണ്ടുവരാം, മൈക്രോ ചിപ്പ് കൊടുത്താൽ മതി. ബൈബിൾ ശരിയായോ മാമേ? അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറായി. അന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനത് തരാം. നിങ്ങളോട് ഇന്ന് ഞാൻ പറയാം, ഈ തലമുറ ഈ വർഷം അവസാനം അടുത്ത ദിവസങ്ങളിലോ എലോൺ മസ്ക് കേരളത്തിലും വരാൻ പോകുന്നു. അവൻ്റെ മാള് ഇസ്രയേലുമായിട്ട് ചേർന്നിട്ട് വാൾമാർട്ട് ഇവിടെ കഴക്കൂട്ടം ബൈപ്പാസിൽ അവന്മാർ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. എലോൺ മസ്കിന്റെ കാർ ഇറങ്ങാൻ പോവുക. അവന്റെ സാറ്റലൈറ്റ് റിലയൻസ് ജിയോ ആയിട്ട് കൈ കൊടുത്തത് ഇന്ന് മകനീയൻ TV ലോകം മൊത്തം ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യുന്നത് എലോൺ മസ്കുമായിട്ട് റിലയൻസ് ജിയോ കൈ കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി സജു ചാത്തന്നൂർ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു കരമുയർത്തുന്നവർക്കായി. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരെ നിർമ്മതരുമായിരിപ്പേ. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ആകാശത്തിൽ നിന്ന് നമ്മളെ നോക്കുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ തൻ്റെ മക്കളെ ചേർക്കാൻ ഈ തലമുറയിൽ വരാറായി. അച്ചായ അമ്മമ്മ, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സൂചേട്ടത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. സിയോൻ സംഘമേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി 2 മുദ്ര നമ്മുടെ കൈ വരുവാ. ചായ ആര് പോകും? 4 കാര്യം കൂടെ കേട്ടിട്ട് ഇന്ന് നിർത്താം. അതിൻ്റെ പ്രത്യേകത എന്താ? 1 പിന്നെ ആധാർ, 2 ATM, 3 ആനയുടെ പാല്, 4 പാസ്പോർട്ട്, RFID, 5 കാറിൻ്റെ മുമ്പിൽ ഫാസ്ടാഗ്, 6 QR കോഡ്. പിന്നെ കയ്യിൽ വീട്ടിലിരുന്ന് ട്രെയിനും പ്ലെയിനും ബുക്ക് ചെയ്യാം. ദൈവാസൻ അറിയാം, തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നാൽ പണ്ട് പാസ്പോർട്ടും എല്ലാം കാണിക്കണം. ഇന്ന് ആ ബാർകോഡ് കാണിച്ചാൽ തന്നെ ഗേറ്റ് തുറന്നു വരും. കര ഉയർത്തിയായിട്ട് ദൈവദാസൻ സ്വോത്രം. പേടിക്കണ്ട, കല്യാണമൊന്നും ഉണ്ട്, കര ഉയർത്തിക്കൂ ധൈര്യമായിട്ട്. എത്ര എയർപോർട്ടിൽ കയറുന്ന ഇന്ന് അവിടെ QR കോഡ് കാണിച്ചാൽ തന്നെ ഗേറ്റ് തുറന്നു വരത്തില്ലേ? സ്വോത്രം. തിരുവനന്തപുരം CISF യുവയ്ക്ക് നമ്മളൊരു ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അച്ചായ അങ്ങ് തുറന്നാ പോകുന്നത്. സ്വോത്രം. ലാസ്റ്റ് കൗണ്ടറിലെ ചെക്കിംഗ് ഉള്ളു. സ്വോത്രം. ന്യൂ വേ വേൾഡ് ഓർഡർ. ഒരു ഗവൺമെൻറ്, ഒരു മൈക്രോ ചിപ്പ്, ഒരു ഏകജാലക സംവിധാനം, ലോകം ഒരുവൻ്റെ കയ്യിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 2 മുദ്ര നമ്മുടെ കയ്യിലേറാൻ കർത്താവ് അനുവദിക്കുമോ? നമ്മുടെ കയ്യിൽ ഒരു മുദ്രയുണ്ട്. എലോൺ മസ്കിൻ്റെ ആണോ, നാനോ ആണോ, സിലിക്കോൺ ആണോ? ഏതാ നമ്മുടെ കയ്യിലെ മുദ്ര? വായിക്കാം. FSC ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ കുഞ്ഞിനോട് ചേർന്ന്. FSC 4:30 വായിക്കാം മോളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സാത്താന്റെ മുദ്ര നമ്മുടെ കരങ്ങളിലേൽക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. വ്ളാങ്ങാമുറിയെ, അത് ATM മുദ്രയല്ല, അത് നാനോ മുദ്രയല്ല, സിലിക്കോൺ അല്ല, മൈക്രോ ചിപ്പ് അല്ല. നമ്മുടെ അകത്ത മുദ്ര പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറാ. സാത്താന്റെ മുദ്ര ഏൽക്കുന്നതിന് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ യേശു മടങ്ങി വരാറാ. രാത്രി എത്ര സത്യവചനം നെഞ്ചുകീറി പറയുക. ഇനി ബ്ലാങ്ങാമറി കേട്ടില്ലെന്ന് പറയരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി 1-ാമത്തെ ഉപമ, 4 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താൻ സമയം ക്ലിയർ ആവും. 1-ാമത്തെ ഉപമ, സാത്താൻ്റെ അധീനതയിൽ നമ്മളെ കടത്തു വച്ചായ
എല്ലാവരും കേട്ടാട്ടെ. നല്ലൊരു വീട്, ഒരു ചെറുപ്പക്കാരി കേട്ടോ, 38 വയസ്സ് ചെറുപ്പക്കാരൻ, സഹോദരി 36. അവർക്ക് ഗൾഫിലായിരുന്നു നേരത്തെ, അവർ നാട്ടിൽ മടങ്ങി വന്ന് കുഞ്ഞുങ്ങളില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. ഇപ്പോൾ ഒരു കർത്താങ്കൊച്ചിനെ കിട്ടി, 2 വയസ്സ്, പയ്യന് 40, ചെറുപ്പക്കാരിക്ക് 38. നമ്മുടെ ഇവിടെ തന്നെ പിടിക്കാം, ബ്ലാങ്ങാമുറി. നല്ല വീട്, ഇരുനില വീട്, സ്വിഫ്റ്റ് കാറ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു 3 പേര് ചാപ്പാട് കഴിച്ചു. കുഞ്ഞിനെ ബെഡിനകത്ത് ചേർത്തിരുത്തി 3 പേരും ഉറങ്ങി. 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ കറുത്ത കൊച്ചു നല്ല ഉറക്കം. അപ്പോൾ സഹോദരി പറഞ്ഞു, ഒരു തലയണ വെക്കാം, നമുക്ക് അപ്പുറത്ത് ഇച്ചിരി വെള്ളം അടിച്ചിട്ട് വരാം, തോട്ടവും കവുങ്ങും ഉണ്ടല്ലോ. അരമണിക്കൂർ കഴിയുമ്പോൾ വരും, കൊച്ചിനെ ഉണർത്തി ചായയും കൊടുക്കാം. എല്ലാവരും കേട്ടോണം, ഒരു കഥയാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? സഹോദരനെ സഹിതി ഒരു വെള്ളം അടിക്കാൻ പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്ലാങ്ങാമുറിൽ ചിന്തിക്കുക ഒരു നിലവിളി, അയ്യോ പുക. ചെറുപ്പക്കാരും ഓടി വന്നു. തങ്ങളുടെ വീടിന് ചുറ്റും പുക, ഷോർട്ട് സർക്യൂട്ട്. അവർ വീട്ടിൻ്റെ മുറ്റത്തോട്ട് നിന്നു. കഥക് ചവിട്ടി പൊളിക്കാൻ നോക്കിയപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നിങ്ങളും മരിക്കുക. അയ്യോ, ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞ് അവിടെ കിടക്കുന്നു. അവർ മുൻപോട്ട് പോകും, നാട്ടുകാർ പുറകോട്ട് തള്ളും. ലാസ്റ്റ് ചെറുപ്പക്കാരി കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു കാണത്തില്ല. കത്തുന്ന വീട്ടിനകത്ത് ഒറ്റ ചവിട്ടകത്ത് കയറി ബെഡിനകത്ത് അല്പ പൊള്ളലേറ്റോളൂ. കുഞ്ഞിനെ വാരിയെടുത്തു. ഒറ്റ ചാട്ടം. നാട്ടുകാർ മുറ്റത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, വാഷിംഗ് മെഷീൻ കത്തട്ടെ, വിഷയമില്ല. എന്നാൽ ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി ബ്ലാങ്ങാമുറിയോട് പറയാ, ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച മക്കളെ വാരിയെടുക്കുക. 10,000 പേർ സുന്ദരനായി യേശു വരാറ. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 3 കാര്യം കൂടെ കേൾക്കണം. അവൻ ചങ്കുവേന എടുക്കുന്നെങ്കിലും ഇത്രയും പേര് വന്നിരിക്കുക, ലൈവ് ലോകരാജ്യങ്ങളിൽ പോവുക, അനവധി പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ മൈക്രോ ചിപ്പ് പൊട്ടുമോ, മനുഷ്യൻ മരണത്തിന് വേണ്ടി ഓടുമോ? എല്ലാവരും കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകം 16:2-11. അത് കഴിഞ്ഞ് 3 വാക്യം കൂടെ ആകുമ്പോൾ നിർത്താം. വെളിപ്പാട് 16:2-11 കുഞ്ഞൊന്ന് വായിച്ചാട്ടെ. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഭ്രണമുണ്ടായി. അവിടെ മോള് നിന്നാട്ടെ. ദുർഭ്രണമുണ്ടായി. ഇവിടെയാണ് ഒരു സയൻസ് കൂടെ. എലോൺ മസ്ക് പറയുന്നത്, ഒരു കുഞ്ഞൻ ബാറ്ററി, ഒരു മൈക്രോ ചിപ്പ്, ദാണ്ട മോൻ വെച്ചിരിക്കുന്ന ഒരു സാധനം കൂടെ സാറ്റലൈറ്റ് വഴി വെച്ചാൽ മനുഷ്യനെ മുഴുവൻ മോണിറ്റർ ചെയ്യാം. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, എല്ലാവരും കേൾക്കണേ, ദാണ്ട ഈ എതിർക്കസുണ്ട് ആൾക്കാർ വരും. ഈ മൈക്രോ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യും, കുഞ്ഞൻ ബാറ്ററി. 6 മാസം കഴിയുമ്പോൾ ബാറ്ററി മാറ്റിയില്ലെങ്കിൽ ഈ ബാറ്ററി അതിനകത്ത് പൊട്ടും. ആ ശരീരത്തിനകത്ത് ബാറ്ററി ഇറങ്ങും. അതിൻ്റെ വിപത്ത സ്കിൻ ഡിസീസ്, ദുർവ്രണം. സാധാരണ വ്രണമൊന്നല്ല, ബൈബിൾ ദുർവ്രണം, വല്ലാത്ത ദുർവ്രണം. എല്ലാം ബൈബിൾ വായിക്കണം. അന്ത്യകാലം. ഒരു കാലത്ത് ഇതൊന്നും ഒരു മനുഷ്യനും പറയത്തില്ല എന്ന് പറഞ്ഞില്ലെന്നുണ്ട് ദൈവം ഞങ്ങളോട് ചോദിക്കും. വല്ലാത്ത ദുർവ്രണം. നമ്മൾ ആരെയും വിമർശിക്കത്തില്ല. തൊട്ടപ്പുറത്ത് അച്ചായൻ്റെ വീട്, ബ്ലാങ്ങാമുറി കൂടെ വല്ലാത്ത മണമുള്ള ദുർവ്രണം. ശരീരത്തിൽ ഒരു വല്ലാത്ത മുറിവേറ്റ നായ പോയാൽ അച്ചായ സിറ്റ് ഔട്ട് എന്ന് പറയും, കഥ അടച്ചേര്, ആ വൃത്തികെട്ട നായ അതുവഴി പോകുന്നു. സന്തോഷമില്ലല്ലോ. നായ പോകുന്ന പെയ്ത്തോമിൻ്റെ അപ്പുറത്തൂടെ മണം ഇവിടം വരെ എത്തും. അതാ ദുർവ്രണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ AC-ക്ക് റിമോട്ട് കൃത്യസമയത്ത് ബാറ്ററി മാറ്റിയില്ലെങ്കിൽ പൊട്ടും, കമ്പിച്ചുരുള് കറക്കും. ഫാനിന് റിമോട്ട് കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇതൂടെ നിങ്ങൾ കേട്ടോണ്ട് എഴുന്നേൽക്കാവൂ. ബ്ലാങ്ങാമുറി ഒരു വീട്, അച്ചായൻ 55, അമ്മാമ്മ 53, കുഞ്ഞുങ്ങൾ 22-21 വയസ്സ്, 4 പേർക്കും ചിപ്പ്. അച്ചായന് ഞങ്ങളുടെ അണക്ക് ഇച്ചിരി ഷുഗറും പ്രഷറും ഉണ്ടായിരുന്നു. ഈ ചിപ്പ് പൊട്ടിക്കാൻ പറ്റത്തില്ല. അത് മാറ്റേണ്ട ആൾക്കാർ വന്നിട്ട് ആ ബാറ്ററി മാറ്റുന്നത്. നിങ്ങളുടെ വീട്ടിൽ തൊഴിലുറപ്പുകാർ, മറ്റ് ഹരിതകർമ്മസേന വരുന്നുള്ളു. 6 മാസമായി അവർ വന്നില്ല. അച്ചായന് ഊരാനും വയ്യ. ഈ ചിപ്പ് കയ്യിലിരുന്ന് ബാറ്റർ ലീക്കാവുമ്പോൾ അതിൻ്റെ ആസിഡ് ശരീരത്തിൽ ഇറങ്ങും. BSc നഴ്സിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, MBBS എഴുതിക്കോ, സെപ്റ്റോ വാജനിക് വൂണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വൂണ്ട്, രക്തപുണ്ണ് ശരീരത്തിനകത്ത്. അത് കഴിഞ്ഞിട്ട് അന്ന് മനുഷ്യൻ എന്ത് ചെയ്യാം? മരിക്കാൻ വേണ്ടി ഓടുവെന്ന് വായിക്കാം. വെളിപ്പാട് അതിന്റെ തന്നെ 11 വായിച്ചാട്ടെ. അടുത്ത വാക്കൂടെ വായിച്ചാട്ടെ. കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട്. ഇന്ന് ചിക്കൻ കാലും ബിരിയാണിയും കറുത്തമുത്തും ചന്ദനമടിയൊക്കെ ഒന്ന് കണ്ടിട്ട് ഇരിക്കുന്ന നീ കാന്തന്റെ വരവിൽ പോയില്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യം. ഇപ്പൊ സൂചേട്ടത്തിന് കുറ്റം പറയും, ഉപജീവന മാർഗം. എൻ്റെ കുഞ്ഞെ, ഞങ്ങൾക്കൊക്കെ എത്ര നല്ല മാർഗങ്ങളുണ്ട്. ഒരു രക്ഷയുടെ ദൂത് നിങ്ങളോട് പറയുന്നുണ്ടായി നിൽക്കുന്നത്. നീ കൈവിടപ്പെട്ട് പോയാലുള്ള അവസ്ഥ ഭയങ്കരമാണ്. സ്വോത്രം. കണ്ടോ, ഈ മൈക്രോ ചിപ്പ് വെച്ചെങ്കിലേ ആഹാരം കിട്ടത്തുള്ളൂ. അടുത്ത വാക്ക് വായിരുമോളെ.
അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ചും കൊണ്ട് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി ശരീരത്തിൽ പുണ്ണ് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവായി സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ല. മതിമക്കളൊക്കെ കൈവിടപ്പെട്ടു പോയ സഭയാ സ്വർഗത്തിലെ ദൈവത്തെ ദൂഷിക്കും. ഇന്ന് രാത്രി അമ്മാമേ, ക്യാൻസറിനേക്കാളും വലിയ വേദന, ചിപ്പ് പൊട്ടും. അവൻ വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും. ശരീരത്തിൽ വ്രണങ്ങൾ. ബൈബിൾ ഒരു വാക്ക് ഇന്നലെയും പറഞ്ഞു, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയർത്തുന്നവർക്കായി മരണം അവരെ വിട്ട് ഓടിപ്പോകും. നാളെ വ്ളാങ്ങാമുറി ചേറില്ല. നാട്ടുകാരോട് ഇന്ന് രാത്രി വരാനിരിക്കുന്ന ഘട്ടത്തിൽ നിൽക്കണോ, യേശുവിൻ്റെ വരവിൽ പോകണോ? കരങ്ങൾ ഉയർത്താം. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് രാത്രി പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ ഒരാട്ടുകുട്ടി പരമയാഗമായി അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് കരമുയർത്തി തീരുമാനമെടുക്കുന്ന മക്കൾ ജീവന്റെ പുസ്തകത്തിൽ പേര് ചേർത്ത് നിത്യതയിൽ കൊണ്ടുപോകുവാൻ രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ ദിവസത്തെ ഓർത്ത് യേശു എന്ത് പറഞ്ഞു? എല്ലാവരും എടുത്താട്ട് യോഹന്നാൻ 9:4. 2 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താം. യോഹന്നാൻ 9:4 നിർത്താട്ട് മോള്. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമുയരുന്നില്ലല്ലോ അച്ചായ. സ്വോത്രം. യേശു പറഞ്ഞു സജു ചാത്തന്നൂരല്ല. അതുകൊണ്ട് സിയോൺ സംഘത്തിൽ കൺവെൻഷൻ ഇരിക്കുന്ന സഹോദരങ്ങൾ പറയണം, ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും യേശുവിനെ പറ്റി പറയും. കരമുയർത്തുന്നവർക്കായി എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം ചെയ്യുക. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. നമ്മുടെ പ്രത്യേകത, ആ രാത്രി വെളിപ്പെടുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ പ്രിയന്റെ വരവിൽ നാം എടുക്കപ്പെടും. ഇനി ഈ ചിപ്പ് വെക്കുന്നവൻ എവിടെ പോകുന്നു? ഇപ്പോഴാ സഖാവ് വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗം പറഞ്ഞുതരാം. വായിക്കാം. വെളിപ്പാട് 14, 9, 10, 11, 12. ചിപ്പ് വെച്ചവൻ 2ാം മരണത്തിൽ എവിടെ പോകുന്നു? വയര്. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്ന് ദാ കിടക്കുന്ന മൂന്നാമത് അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. അവൻ എവിടെ പോയി വീഴും? വായിച്ചാട്ടെ. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. തീപ്പൊയ്കയിൽ തള്ളിയിടും. കരമുയർത്തുന്നവർക്കായി. മമ ഇതാ സുവിശേഷ പ്രസംഗം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെ തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് എല്ലാ നാട്ടുകാരും കേൾക്കട്ടെ. വ്ളാങ്ങാമുറിക്കാർ 2 വാക്യം കൂടെ ബാക്കി. അതുകൊണ്ടല്ലേ സഖാവ് വി എസ് പറഞ്ഞ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും കരമുയരുന്നില്ലല്ലോ. മത്തായി 16:26 പുറേ പറഞ്ഞു, സർവ്വലോകവും നേടിയാൽ അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ബല? കേളാത്ത തീച്ചാകാത്ത പുഴു. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ബൈബിൾ എടുത്ത പുള്ളി പ്രസംഗിച്ച സജു ചാത്തന്നൂരല്ല. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ. മത്തായി 16:26 പുറേ നരകത്തിൻ്റെ അറ. മർക്കോസ് 9:48-49 കേടാത്ത തീച്ചാകാത്ത പുഴു. അതിനകത്ത് വീഴണോ? യേശുവിൻ്റെ വരവിൽ പോകണമോ? രാത്രി ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, സിയോൺ സംഘത്തിൻ്റെ പ്രസംഗമല്ല, ഏജിയുടെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്ത് ഇന്ന് രാത്രി മനം തിരിഞ്ഞ് കാൽവറിയിലേക്ക് മടങ്ങി വരുക. സത്യവചനം ഇന്ന് രാത്രി വ്ളാങ്ങാമുറിയോട് ഞങ്ങൾ പറയുന്നു. 2 കാര്യം കൂടെ. അങ്ങനെയെങ്കിൽ ഈ കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്തവരെവിടെ? മോള് വായിക്കാം. വെളിപ്പാട് 15:2. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ചങ്കുകാരെന്ന് പറയാം. വെളിപ്പാട് 15:2 വായിച്ചാട്ട് മോളെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അതുകൊണ്ടാ പണ്ട് നെയ്യാറ്റിൻകരയിൽ അപ്പച്ചൻ പാട്ട് പാടി. ഇന്ന് രാത്രിയിലും പാടാം. കുഞ്ഞാടതിൽ വിളക്കാണ്. കരം ഉയർന്നില്ലല്ലോ അച്ഛാ. ഇരുളൊരു ലേശവും അവിടെയില്ല. ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ 1000 ആണ്ട് വിശുദ്ധ ദൂതന്മാരോട് ചേർന്ന് വാഴും. ഇന്ന് രാത്രി ഈ മുദ്ര ഏൽക്കുന്നവൻ നരകത്തിൽ വീഴും. അപ്പം നമുക്കൊരു വീടുണ്ടോ? അവസാന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ 14:1, 2, 3 വാക്യങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം
കലങ്ങി പോകരുത്. ഇപ്പൊ 3 ദിവസം പ്രസംഗം കേട്ടപ്പോഴേ എല്ലാവരുടെ ഹൃദയം കലങ്ങി നിൽക്കുക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇനി നരകത്തിന്റെ അറയെപ്പറ്റി പറയരുതെന്ന് അവർ നെഞ്ചുകൊണ്ട് പറയാം. അടുത്ത വാക്ക്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു ക്രിക്കറ്റ് കളിക്ക് പിന്നെ കൊച്ചി സ്റ്റേഡിയം ഒരുക്കാനല്ല പോയിരിക്കുന്നത്. യേശു നമുക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോയി. അടുത്ത വാക്ക് വായിച്ചാട്ട്, പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാ ഞങ്ങളുടെ പ്രത്യാശ. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം. ഉലകത്തിലെ മഹാന്മാർ എല്ലാവരും കേട്ടാട്ടെ. ഉലകത്തിലെ മഹാന്മാർ ആരൊക്കെയാ? രാജീവ് ഗാന്ധി, ഇന്ദിരാജി, ചാച്ചാജി, ബാപ്പുജി എല്ലാം ചെങ്കോട്ടെ കിടപ്പുണ്ട് രാജ്ഘട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം കാർൽ മാർഷും ഏംഗൽസും കിടക്കുന്ന ബ്രിട്ടനിലകത്ത്, സ്റ്റാലിനും ലെനിനും കിടക്കുന്ന എവിടെയെന്നറിയാമോ? റഷ്യയിലെ കൊട്ടാരത്തിൽ. ഇന്ന് രാത്രി ബ്ലാങ്ങാമറിയിലെ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചരുവിൽ അരിമത്തക്കാരൻ്റെ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഇനി പാപിക്ക് രക്ഷയല്ല, കാനാവിലെ കല്യാണ വീട്ടിലല്ല അമ്മാമ അവൻ വരുന്നത്. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. ജീവന്റെ വചനം. 9 ഗ്രഹങ്ങളാണ്. ഒറ്റ കാര്യം കൂടെ കേൾക്കണം മക്കളെ, ചങ്കാർന്ന് പ്രസംഗിക്കുന്നത് നല്ല ദൈവസാന്നിധ്യം. 9 ഗ്രഹങ്ങളാ. ദാണ്ടേ ജീവിക്കാൻ വേറെ 3 ഭൂമി. മകനെയും കൊടുത്തോട്ടെ മോനെ, വേറെ 3 ഭൂമി ഉണ്ടെന്ന്. സ്വോത്രം. അതിൻ്റെ ബാക്കി ഇന്ന് രാവിലെ സഭയെ പറഞ്ഞിട്ടുണ്ട്. 6000 കോടി വീടും റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി 9 ഗ്രഹങ്ങളായിരുന്നു മധ്യാകാശത്തിൽ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അതാണോ ഗ്രഹം? മനസ്സിലാകുന്നവർക്കായി. അമരവിള സ്കൂളിൽ പോയപ്പം കല്ലെറിയാൻ പോകരുത്. സ്വോത്രം. നല്ലോണം പഠിക്കണം. 9 ഗ്രഹം: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹത്തെ ദൈവം വെട്ടി. ഇവിടെ നമ്മുടെ മോൻ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞു, ഈ ഗ്രൗണ്ട് എല്ലാം ആൾക്കാർ ക്ലിയറാക്കി. സന്തോഷമില്ലല്ലോ? ചെടിയെല്ലാം വൃത്തിയാക്കി നല്ല മരക്കൊമ്പെല്ലാം വെട്ടി. എന്തിനാ? ഇരിക്കാൻ വേണ്ടി. യേശു പോയ ക്രിക്കറ്റ് കളിക്കാനല്ല. അവിടെ ഇപ്പം നല്ല വീട് പണിഞ്ഞുകൊണ്ടിരിക്കുക, ടൈൽസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക, പൈപ്പെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക, നല്ല വിളക്കെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആ വീട്ടിലേക്ക് തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ വരാറായി. 9ാമത്തെ ഗ്രഹം പ്ലൂട്ടോ ഇല്ല. സയൻസ് ടീച്ചേഴ്സ്, അഷ്ടഗ്രഹങ്ങൾ. 6000 കോടി വീട് റെഡി. ആ വീട്ടിൽ പോകാൻ ആർക്ക് തയ്യാറുണ്ട്? സ്വോത്രം. ഇവിടെ നിൽക്കണോ വീട്ടിൽ പോകണോ? സന്തോഷമില്ലല്ലോ? പണ്ട് തോമാച്ചൻ പറയുന്നില്ല, നീ ഇവിടെ നിൽക്കണേ കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. സന്തോഷമില്ലല്ലോ? അക്കരെ നാട്ടിൽ പോകണമെങ്കിൽ പെയ്ത്തോമി കയറണം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അപ്പം ആർക്കും കൈ ഉയരുന്നില്ലല്ലോ, ഭയങ്കര നെഞ്ചുവേദന വരുന്നു. സ്വോത്രം. എനിക്കാണെങ്കിൽ നിങ്ങളെ കയ്യിൽ നെഞ്ചുവേദനയാണ്. അപ്പം ഇവിടെ നിൽക്കണോ ആ വീട്ടിൽ പോകണോ? ആ വീട്ടിൽ പോകേണ്ടി ഒരു മാത്രം ഒന്ന് കര ഉയർത്തിയാട്ട്. ഇപ്പം നല്ല കര ഉയർന്നു. അതിന് 7 കാര്യം നടക്കണം. സന്തോഷമില്ലല്ലോ? വെളിനാട്ടിൽ പോയ, ഗൾഫ് രാജ്യത്തിൽ പോയ പിള്ളേർ ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്തിയാട്ട് സഹോദരന്മാർ. ദൈവാസം അച്ചായൻ കര ഉയർത്തുന്നില്ല. പൈസ ഒന്നും വേണ്ട, കര ഉയർത്തിക്കോ. സ്വോത്രം. അപ്പം വിചാരിക്കും വിസ വേണമെന്ന്. കേരളത്തിൽ പ്രസംഗിക്കട്ടെ, വിസ ഒന്നും വേണ്ട. സ്വോത്രം. കര ഒന്ന് ഉയർത്തി പിടിച്ചാട്ട്. വെളിനാട്ടിൽ പോയി. അച്ചായൻ പോയി. അതുകൊണ്ട് സൗകര്യമാർക്ക് പ്രത്യേക പ്രാർത്ഥന. അച്ചായനും ഇവർ 2 പേരും എയർപോർട്ടിൽ ചെന്ന്, വാ മക്കളെ ദുബായി പോ. അങ്ങനെ കൊണ്ടുപോയോ? ഇല്ല. 7 കാര്യം. 1 പാസ്പോർട്ട്, 2 ടിക്കറ്റ്, 3 വിസ, 4 ബോർഡിംഗ് പാസ്, 5 കോൺട്രാക്റ്റ്, 6 എമിഗ്രേഷൻ, 7 പാസ്പോർട്ട് കൺട്രോൾ. എല്ലാം കൂടെ ചെക്ക് ചെയ്ത് കീ കൂക്കു. അത് കഴിയുമ്പോൾ പ്ലെയിനകത്ത് കൊണ്ടിരുത്തും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതുപോലെ കർത്താവിൻ്റെ വരവിൽ പോകണമെങ്കിൽ 7 കാര്യം. ഒരു സഭയും കുറ്റം പറയല്ലോ. 1, നീ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, നീ മാനസാന്തരപ്പെടണം. 3, നീ അനുദപിക്കണം. കൊച്ചുപീടിയും കഞ്ചാവും കള്ളും എല്ലാം വലിച്ചു കളയണം. 4, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നീ സ്നാനമേൽക്കണം. എന്തിനാ? പെന്തിക്കോസ് ചേരാനല്ല, നിന്റെ ഏറ്റവും നല്ല നിത്യതയ്ക്ക് വേണ്ടിയല്ല. ജഡരാഗമോഹത്തോടെ പഴയത് കളഞ്ഞ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. ഇതാ ഉപദേശം. 5, ജ്ഞാനപ്പെട്ടിട്ടും നീ തിരുവനന്തപുരം, പാറശാലയും കോട്ടയം മുങ്ങി നടക്കാതെ ദൈവസഭയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആരാധിക്കുന്ന നീ കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയാകണം. 7, നീ പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിക്കണം. അവനെ നോക്കി സ്വർഗം പറയും, എൻ്റെ കാന്തി, എൻ്റെ പ്രാവേ. കരമുയർത്തുന്നവർക്കായി പാറയുടെ പിളർപ്പിലും
കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. എല്ലാവരും കേട്ടാട്ടെ. അതിലൊരു കുറുപ്രാവിൻ്റെ കാല് മറ്റേതുമായിട്ട് കെട്ടിവെച്ചിരിക്കുക. അമ്മാമേ, എല്ലാവരും കേൾക്കണം. ഇതാണ് പ്രസംഗം. പുരോഹിതൻ്റെ യാഗത്തലയ്ക്ക് വേണ്ടി നോക്ക്. അതിൽ മേധസ്സുള്ള പ്രാവിൻ്റെ തലയിറക്ക്. അപ്പോൾ ആ തലയിൽ നിന്ന് രക്തം താഴെ വീഴാതെ കൈകൊണ്ട് ഞെക്കിപ്പിടിച്ച് യാഗപീഠത്തിനകത്ത് ലേവ്യരുടെ കർമ്മകാണ്ഡങ്ങൾ വെച്ച് അവനെ ശുശ്രൂഷ ചെയ്യും. പുറകിലൊരു കാഴ്ചയുണ്ട്. തല പോയ പ്രാവിൻ്റെ ഉടൽ വിറയ്ക്കുന്നു, മറ്റതിൽ രക്തം വീണിരിക്കുക. കർമ്മകാണ്ഡാദികൾ ചൊല്ലി തീർന്ന് കഴിയുമ്പോൾ അവൻ താമ്ര തൊട്ടിയിൽ വെള്ളമെടുത്ത് യാഗപീഠം വൃത്തിയാക്കാൻ നോക്കുമ്പോൾ പുറകിലൊരു കാഴ്ച. ഒരു പ്രാവ് പിടയ്ക്കുന്നു, മറ്റേതിൻ്റെ പുറകിൽ രക്തം. ആരോ അവൻ്റെ അന്തരംഗത്തിനകത്ത് സംസാരിക്കും. നിന്റെ യാഗം കഴിഞ്ഞില്ല, കെട്ടഴിച്ചു വിട്ടേക്ക്. അവൻ ഒരു കാര്യം ചെയ്യും. മാർപ്പതക്കത്തിലെ കത്തിയെടുത്ത് കെട്ടഴിക്കുമ്പോൾ തല പോയത് അങ്ങോട്ട് മാറുമ്പോൾ രക്തം വീണത് ഒറ്റ ഓട്ടമോട് പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും. ഇന്ന് രാത്രി വ്ളാങ്ങാമുറിയിലും നെയ്യാറ്റിൻകരയിലും ഉച്ചക്കടയിലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദൈവമക്കളെ, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നിന്റെ മുഖം കാണുന്ന നല്ല നാഥൻ വരാറായി. ഈ കച്ചാനക ബൗഡമനാഥന ബന്തൽ കമന. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയം. സാത്താൻ്റെ കോട്ടകൾ ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയ. നിത്യതയുടെ കവാടത്തിലേക്ക് ചില പേരുകൾ എഴുതി ചേർക്കുന്ന രാത്രിയ. നരകത്തിൻ്റെ അറയ്ക്കകത്ത് വിറകുകൊള്ളികളായ അറിയാതെ ഇന്ന് രാത്രി പ്രിയൻ്റെ വരവിലേക്ക് കുതിച്ചുയരുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇവിടെ വാർത്തെടുക്കുന്ന രാത്രിയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അഭിഷേകത്തിൻ്റെ കൃപ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കട്ടെ. അന്യഭാഷയുടെ ശക്തി ഇന്ന് രാത്രി അതരങ്ങളിൽ നിന്ന് ഉരുവാകട്ടെ. നമ്മുടെ നാഥൻ മടങ്ങി വരും. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുന്നെങ്കിൽ അന്ന് നാം മുഖാമുഖമായി കാണാൻ കാലമായി. ഇന്ന് രാത്രി അവസാനമായി നിർത്തുകയാ. ഏറ്റവും നല്ലൊരു സാക്ഷ്യം. 2 കാര്യം കൂടെ പറഞ്ഞ് പാട്ടും പാടാം. ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കേൾക്കണം. സഹോദരിമാർക്ക് ഇന്ന് സഭയിലൊരു സാക്ഷ്യം പറഞ്ഞു, പലരും കരഞ്ഞു. അടുത്ത സഹോദരിമാർ നോട്ട് ചെയ്യണം. ഈ മർത്തോമ സഭയിൽ പ്രസംഗിക്കുന്ന വലിയ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ നാട്ടുകാരനൊരു അച്ഛനുണ്ട്. ഭയങ്കര നല്ല പ്രസംഗമാണ്. ഷാജി തോമസ് അച്ഛൻ. വളരെ ഉണർവ്. CSAയിലും ഇപ്പോൾ ഇവിടെ എല്ലാം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 എല്ലാ സിസ്റ്റർമാരും കേൾക്കണം, പെൺകൊച്ചുങ്ങളെല്ലാം എഴുതിയെടുക്കണം. 2024 അച്ഛൻ കുവൈറ്റിൽ പോയി. അവിടെ 4 ദിവസത്തെ കൺവെൻഷനാണ്, അഥവാ ഇടവക ദിനം. വ്യാഴം, വെള്ളി, ശനി, ഞായർ. തോമനോട് പള്ളിയോട് ചേർന്ന മിഷൻ വീട്ടിലാണ്. വൈകിട്ട് കൺവെൻഷൻ. ശനിയാഴ്ച യോഗം കഴിഞ്ഞപ്പോൾ ഒരു മോളും ഒരു മോന്. സിനി, അവളുടെ ഭർത്താവ് 36, അവൾ 34 വയസ്സ്. താണ്ട് നമ്മുടെ കൊച്ചുമോൻ വിട്ടിരിക്കുന്നു. ഇതുപോലെ 4 വയസ്സുള്ളൊരു മോനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാളെ ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കും. അച്ഛൻ പറഞ്ഞു, അയ്യോ നാളെ പകൽ സർവീസ് ഉണ്ട്, രാത്രി എനിക്ക് പോവുകയും വേണം, യോഗം കഴിഞ്ഞ്. അപ്പം പറഞ്ഞു, പകൽ സർവീസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നാൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകും, 4:30 ഞാൻ വീട്ടിൽ വരാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരിമാരും കേൾക്കണം. അവർ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഒരു ചായം കൊടുത്തപ്പോൾ ഈ പെങ്കൊച്ചൊരു CD കൊടുത്തു. സിനി 1 കൈക്കകത്ത് ട്രിപ്പ് കയറുന്നു, 2 അവൾ മൈക്ക് പിടിച്ചിരിക്കുന്നു, 2 ഫോട്ടോ. എല്ലാവരും കേൾക്കണം. അതിനകത്ത് എഴുതിയിരിക്കുക, നാഥ നീ തന്ന സൗഖ്യം, 10 പാട്ട്. അച്ഛൻ അവളോട് ചോദിച്ച്, സിനി എന്തായി CD-യുടെ പ്രത്യേകത? അച്ഛനോട് അവൾ പറഞ്ഞു, അച്ഛാ ഇതൊരു വലിയ സാക്ഷ്യമാണ്. 3 വർഷങ്ങൾക്ക് പിറകിൽ എൻ്റെ നാവിനകത്ത് കുരുപ്പ് വന്നു, ക്യാൻസർ. കുവൈറ്റുകാരെല്ലാം പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ല. നാട്ടിലെ ബന്ധുക്കളുമായിട്ട് ഇടപെട്ട് അവർ വരാൻ പറഞ്ഞു. ബാക്കി കേട്ടോണം. രാത്രി 7:30 കുവൈറ്റിൽ നിന്ന് കയറി, 1:30 മണിക്ക് നമ്മുടെ പുതിയ എയർപോർട്ടിൽ വന്നു. 2:30 മെഡിക്കൽ കോളേജിൻ്റെ അവിടെ വന്ന് റൂം എടുത്തു. രാവിലെ 7:30 RCCയിൽ OPയിൽ പോയി. അവരെല്ലാം പറഞ്ഞു പ്ലാസ്റ്റിക് കാർഡും കൊടുത്തു. ഡോക്ടറുടെ മുമ്പിൽ ഫയൽ മാറ്റിയെന്നു. ഭാര്യയും ഭർത്താവും കൊണ്ടിരിക്കുക. കുവൈറ്റിലെ റിപ്പോർട്ട്. ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട നല്ല ഡോക്ടറാണ്. അവർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനൊരു പോംവഴിയേ ഉള്ളൂ, ഇത് സ്പ്രെഡ് ചെയ്തു പോയി നാക്ക് മുറിച്ചാൽ സിനിക്ക് ജീവിക്കാം. ശൗരിമാർ കേട്ടോ? അമ്മാമ്മ നോട്ട് എഴുതിക്കോ. 34 വയസ്സുള്ള പെങ്കൊച്ചിനോട് RCCയിലെ ഡോക്ടർ പറഞ്ഞു സ്പ്രെഡായി, നാക്ക് മുറിച്ചാൽ ജീവിക്കാമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകിപ്പോയി, നാളെ MRI എടുക്കണം, ബ്ലഡ് എടുക്കണം, ബയോപ്സി എടുക്കണം, എന്നിട്ട് 8 ദിവസം കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആക്കാം. അവൾ ഭർത്താവ് ബന്ധുക്കാരും പോയി നാളെ വരാമെന്ന് പറഞ്ഞു. അവർ ലോഡ്ജ് പറഞ്ഞിട്ട് ആ പെങ്കൊച്ച് മർത്തോമാ സഭയിൽ പാടുന്നതാണ്. ഭർത്താവിന് കൈ കൊടുത്തിട്ട് അവൾ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ എനിക്കൊരിക്കൽ കൂടി പള്ളിയിൽ പാടാൻ അവസരം എൻ്റെ ദൈവം തരണം, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ തരണം. പിറ്റേന്ന് പോയി ഡോക്ടറെ മുമ്പ് ഇതെല്ലാം എടുത്തു, പൈസയും കെട്ടിവെച്ചു. ഡോക്ടർ പറഞ്ഞു മൊബൈൽ നമ്പർ, ഈ സീരിയസ് ആയതുകൊണ്ട് ഡോക്ടർ മൊബൈൽ നമ്പർ കൊടുത്തു. എന്തെങ്കിലും പനി വരുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ഇവിടെ തന്നെ വരണം, മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് താമസിക്കണം. അവൾ ടെസ്റ്റും കഴിഞ്ഞ് അവിടെ പോയി പ്രാർത്ഥിച്ചു, ഒരു പനിയും വന്നില്ല. 8ാം ദിവസം, എല്ലാവരും കേൾക്കണം, തിങ്കളാഴ്ച RCCയുടെ ശക്തമായ OP. എല്ലാവരും കേൾക്കണം. എന്താ OP എന്നറിയാമോ? അവിടെ ഒരു ജൂനിയർ ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്ത് വലിയ OPയാണ്. പ്രിൻ്റ് എല്ലാം എടുത്ത് ഈ അക്ഷയെന്ന് പ്രിൻ്റ് എടുക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു സന്തോഷം. മെയിൻ ഡോക്ടർ ഇരിക്കുന്ന ക്യാബിനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത്, മാഡം ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക, അടുത്തത് നിങ്ങൾ. അടുത്ത സമയത്ത് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരനും പെൺകുട്ടിയും കുവൈറ്റി അടുത്ത വീട്ടുകാർ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വന്നിരിക്കുക. സ്വോത്രം അവിടെ കൊണ്ട് കൊടുത്ത് ഡോക്ടറെ മുഖത്തൊരു സന്തോഷം.
ഡോക്ടർ പറഞ്ഞു ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. സ്വോത്രം. അവർ ഹൈന്ദവ ഡോക്ടർ RCCയിൽ ഡോക്ടർ പറഞ്ഞു രോഗസൗഖ്യമായിട്ടില്ല, തൽക്കാലം നിങ്ങളുടെ നാവ് മുറിക്കേണ്ട, കീമോയും റേഡിയേഷനും എടുത്ത് നമുക്ക് ശരിയാക്കാം. സ്വോത്രം. അവൾ പറഞ്ഞു 2 വർഷം വന്നും കുവൈറ്റിൽ നിന്ന് പോയി കീമോയും റേഡിയേഷനും എടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഭേദമായി. അവളുടെ നാവ് കൊണ്ട് എഴുതിയതാ, നാഥാ നീ തന്ന സൗഖ്യം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിക്ക് മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആകാരം വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുക. ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. കാൽവറിയിൽ 2 കള്ളന്മാർ, മക്കളെ പാട്ടെടുത്തോ. കാൽവറിയിൽ 2 കള്ളന്മാർ. ഒരുവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. യേശുവിൻ്റെ മുഖത്ത് നോക്കി മേളിലൊരെടുത്ത് യഹൂദന്മാരുടെ രാജാവ്. അവൻ യേശുവിനെ പരിഹസിച്ചു. നീ രാജാവെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ കം ഡൗൺ. നീ ഞങ്ങളെ ഇറക്കണം, നീ ഇറങ്ങണം, ഞങ്ങളെ ഇറക്കണം. അപ്പം മറ്റേ പരിഹസിച്ചു, എന്തൊക്കെയോ പറഞ്ഞാണ്. മറ്റേ കള്ളൻ ഈ കള്ളനോട് ആദ്യം ഈ കള്ളൻ്റെ മുഖത്ത് നോക്കി, നീ മിണ്ടരുത്. നമ്മൾ പിട്ടാപ്പള്ളി, മൈജി, ഓക്സിജൻ, തട്ടിൽ ജുവലേഴ്സ് എല്ലാം കുത്തിയിട്ട് അവിടെ കിടക്കുന്ന സ്വാഭാവികമായിട്ട് 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും അവനിലൊരു കുറ്റമില്ല. ഇത് പറഞ്ഞിട്ട് ഇതാ സുവിശേഷ പ്രസംഗം. അവൻ യേശുവിൻ്റെ മുഖത്തൊന്ന് നോക്കി. വ്ളാങ്ങാമുറി യേശുവിൻ്റെ മുഖത്ത് നോക്കിയവർക്കൊരു വെളിപ്പാടുണ്ട്. അവൻ ബൈബിൾ കോളേജ് പഠിച്ചില്ല, സിയോൻ സംഘത്തിൻ്റെ കൺവെൻഷന് വന്നില്ല, സിയോൻ അസംബ്ലിയുടെ അപ്പോസ്തോലിക്കിൻ്റെ കൺവെൻഷൻ വന്നില്ല. അവൻ ഹൃദയം തുറന്നൊന്ന് നോക്കിയപ്പോൾ അന്തരംഗത്തെ ഒരു സത്യം പിടികിട്ടി. ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്വോത്രം. അവൻ യേശുവിനോട്, ഞാനായിരുന്നുണ്ടേ ധർമ്മരാജ് വാസ്ത്രേ പറഞ്ഞ എന്നെ, യേശുവേ ഞാനിതൊരു അമേരിക്കയിൽ പോയിട്ട് 2 വിസ അയക്കണം, വണ്ടിയെല്ലാം പഴയതായി, ഒരു 40 ലക്ഷം ഇനോവയും തരണമെന്ന്. സ്വോത്രം. കള്ളൻ ഒരു കാര്യം പറഞ്ഞോളൂ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ ഒറ്റവേട എന്നെ ഒന്ന് ഓർക്കണേന്ന്. സ്വോത്രം. നെയ്യാറ്റിൻകര പോലീസിൻ്റെ FIR എടുത്തില്ല, മജിസ്ട്രേറ്റിൻ്റെ എടുത്തില്ല, അവൻ്റെ വീട്ടിൻ്റെ പാരമ്പര്യം നോക്കിയില്ല, കീശയില കാശ് നോക്കിയില്ല, കോട്ടാന്നോ സൂട്ടാന്നോ എന്ന് യേശു നോക്കിയില്ല. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ ഞാൻ മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇതാകട്ടെ സിയോൻ സംഘത്തിൻ്റെ കൺവെൻഷൻ്റെ മുദ്രാവാക്യം. ഇന്ന് രാത്രി നീ സ്റ്റേജിനകത്ത് വരണ്ട. ഇന്ന് രാത്രി കൈ ഉയർത്തിയില്ലേലും വേണ്ടിയല്ല, കാൽവറിയിലേക്ക് നോക്കി ഞാനൊരു പാപിയെന്ന് ഇന്ന് രാത്രി ഓൺലൈനിലോ മൈക്കിലോ എവിടെ ഇരുന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി നിന്നെ മാറോട് ചേർക്കുന്ന ക്രൂശിൻ്റെ സ്നേഹം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർ ഭൂഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. രാത്രിയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം, ആൻറ്റിക്രിസ്റ്റ് വരുന്നതിന് മുമ്പ് യേശു വരും. അവൻ്റെ മുദ്ര വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. 3, ചിപ്പ് പൊട്ടി മനുഷ്യൻ മരണം കാണാൻ ഇവിടെ കൊതിക്കും. അതിനു മുമ്പ് നിത്യതയുടെ കവാടത്തിലുള്ളവർ നിത്യതയുടെ രാജ്യത്തിലെത്തും. കൈവിടപ്പെട്ടു പോകുമ്പോൾ പാതാളത്തിൽ അഗ്നിദണ്ഡനത്തിനകത്ത് തീപ്പൊയ്കകത്ത് വീണുപോകും. എന്നാൽ മൈക്രോ ചിപ്പ് വെക്കാതെ വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് നിത്യതയിലെടുക്കുന്നവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. അവർ 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവൻ്റെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ദൈവത്തോടും ക്രിസ്തുവിനോടും ദൈവദൂതന്മാരോടും കൂടെ 1000 ആണ്ട് വാണു. ആരെ ചേർക്കാൻ അവസാനിപ്പിക്കുന്നു? മക്കൾ വന്നാട്ടെ, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയാകുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരാറായി.